ആക്ച്വലി എന്താണ് ഒരു പെർഫോമൻസ് മാർക്കറ്റിംഗ്? അപ്പോൾ ഇതിൻ്റെ ഒരു ട്രൂത്ത് ബോംബ് നമ്മൾ പറയുകയാണെങ്കിൽ പ്ലാറ്റ്ഫോംസ് എല്ലാം അറിഞ്ഞതുകൊണ്ട് മാത്രം ഒരിക്കലും പെർഫോമൻസ് മാർക്കറ്റാണ്. അതല്ല, ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞൊരു പോയിന്റ് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. ആ പോയിന്റ് എത്രയേ ഉള്ളൂ. തുടക്കത്തിൽ എന്നെ എതിർക്കാൻ ഒരുപാട് ആൾക്കാർ വന്നത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ ഇപ്പോഴും ചോദിക്കുന്ന ആൾക്കാരുണ്ട്, എനിക്ക് ബോട്ട് ഫോളോവർ വേണം, എനിക്ക് ബോട്ട് കമന്റ്സ് വേണം എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ അത് എന്താണെന്നുള്ളത് എനിക്ക് ഇപ്പോഴും അതിന്റെ ലോജിക്ക് മനസ്സിലായില്ല. ഞാൻ ഒരിടത്തും ചോദിച്ചു അല്ല, അവര് ജെൻസിനെ നമ്മൾ പേടിക്കേണ്ട പറഞ്ഞാണ്. 52,000 ടച്ച് പോയിന്റുകൾ ഒരു പ്രൊഫൈലിന്റെ മുകളിൽ മെറ്റക്ക് അറിയുമെങ്കിൽ ആൻഡ്രോമെഡ, ലാംഡ പോലത്തെ ആൽഗോരിതംസിന്റെ വോളിയം ഓഫ് ലേണിംഗ്സ്. അതുകൊണ്ടാണ് നമ്മൾ പെർഫോമൻസ് മാർക്കറ്റേഴ്സ് ഇപ്പോൾ പറഞ്ഞിരുന്നത് ബിഹേവിയർ ടാർഗറ്റിങ്ങും ഇൻട്രസ്റ്റ് ടാർഗറ്റിങ്ങും ലൊക്കേഷൻ ടാർഗറ്റിങ്ങിന്റെ അപ്പോൾ ആ ഒരു ബജറ്റിന്റെ കേസ് പറയുമ്പോൾ നമുക്ക് ഈ സ്റ്റാർട്ടപ്പ് ഒക്കെ ആണെങ്കിൽ മാർക്കറ്റിംഗ് ബജറ്റ് കുറവുള്ള സ്റ്റാർട്ടപ്പുകളുണ്ടാകും. അവർക്ക് എങ്ങനെ പ്രോപ്പർലി മാർക്കറ്റിംഗ് സെറ്റ് ചെയ്യാം? ഒരു 360 ക്യാമ്പയിൻ സെറ്റ് ചെയ്യണം. പ്രൊഡക്റ്റ് ഡിസ്റപ്റ്റീവാണ്. ഡിജിറ്റലിൽ പോകരുത് തന്നെ. നമ്മളിപ്പോഴും നമ്മളാ പുതിയ ഓൾഡ് സ്കൂള് വെച്ച് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെയും നമുക്ക് തലവേദന വരാൻ പോകുന്നുണ്ട്. അത് മനസ്സിലാക്കിയേ പറ്റും. പക്ഷെ അതുവരെ നിങ്ങൾ പറയുന്ന കാര്യം വളരെ കൃത്യമാണ്. ദാറ്റ് കണ്ടന്റ് മാർക്കറ്റിംഗ് വിൽ ബി ദ യുവർ സ്ട്രോങ് പില്ലർ. ശരിക്കും പറഞ്ഞാൽ പെർഫോമൻസ് മാർക്കറ്റിംഗിന്റെ വളരെ ഇമ്പോർട്ടന്റ് സബ്സെറ്റ് ആണ് ഗ്രോത്ത്. പക്ഷെ ഗ്രോത്ത് മാർക്കറ്റിംഗ് പെർഫോമൻസ് ഒന്നല്ല. പെർഫോമൻസ് മാർക്കറ്റർക്ക് 50 to 70% നോളജ് ബിസിനസിനെ കുറിച്ചുണ്ടെങ്കിൽ ഗ്രോത്ത് മാർക്കറ്റർക്ക് അത് 100% അറിഞ്ഞിരിക്കണം. കേരള അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റേഴ്സിന് ഒരു ഗ്ലോബൽ മാർക്കറ്റിംഗ് ലെവലിലേക്ക് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ അവർ ഇമ്പ്രൂവ് ചെയ്യണം? അതൊരു ബുദ്ധിമുട്ട് പിടിച്ച ചോദ്യമായിരുന്നു 2020 വരെ. കാരണം അമേരിക്കയിൽ ട്രാൻസിഷൻ ചെയ്യണമെങ്കിൽ CRO എക്സ്പേർട്സുകൾ, UX കൺവേർഷൻ എക്സ്പേർട്സുകൾ, ലാൻഡിംഗ് പേജ് ഒപ്റ്റിമൈസേഷൻ പീപ്പിൾ, ഡേറ്റ ഡ്രിവൺ ടെക്നിക്സ് എല്ലാം ഇറ്റ് വാസ് വാസ്റ്റ് സ്കെയിൽ. ഇന്ത്യ വെച്ച് നോക്കുകയാണെങ്കിൽ വാസ്റ്റ് സ്കെയിലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. കാരണം 2020 വരെ നിങ്ങൾ ഈ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഒന്ന് പതറിയിട്ട് ആൻസർ പാടുള്ളൂ. ഓക്കെ. പക്ഷേ 2025 നടുവിൽ നിൽക്കുന്ന, അതായത് മിഡ് ഓഫ് 2025 നിൽക്കുന്നിടത്ത് എനിക്ക് മനസ്സിലാവുന്നത് നമുക്ക് നമ്മളുടെ ഡേറ്റ സെറ്റ് വളരെ വാലിഡാണ്, വളരെ വേരിയഡാണ്, വളരെയധികം ഡിസ്പാരിറ്റി ഒഴിവായിട്ടുണ്ട്. നമ്മുടെ ഡേറ്റ സെറ്റ് ക്ലീൻ ആണ്, നമ്മുടെ ഡേറ്റ സെറ്റ് ഫങ്ഷണലാണ്. അതുകൊണ്ട് ഇന്ത്യൻ ഡേറ്റ സെറ്റിൽ കൃത്യമായ അറിവുള്ളൊരു മനുഷ്യന്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്, ഇന്ത്യൻ ഡേറ്റ സെറ്റ് ഓപ്പണാണ്. മാറ്റം വരണമെങ്കിൽ സുഹൃത്ത് ഈ പറയുന്ന കൺസെപ്റ്റുകൾ ഇവിടെ ഉള്ളവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറാണോ? ഇവിടുത്തെ ആഡ് ഏജൻസികൾ ചെന്നിട്ട് പറഞ്ഞു കൊടുക്കുന്ന പോയിന്റ് എന്താണ്? ദാറ്റ് വി ക്യാൻ ഡെലിവർ സംതിങ്. They are not telling that we are going to deliver something which is of value. അവർ പറഞ്ഞത് we are going to deliver something. It may be of value, it may be of non-value. അല്ലേ? വാല്യൂ കൊടുക്കുന്ന ഏജൻസികൾ ഇവിടെ ഉണ്ട്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷെ വാല്യൂ കൊടുക്കാത്ത ഏജൻസികളാണ് ഇവിടെ കൂടുതൽ. ബിക്കോസ് ദേ ആർ സാറ്റിസ്ഫൈങ് സം നോൺ KPI മെട്രിക്സ്. ലൈക്സ്, കമന്റ്സ്, ഷെയർസ്. ഓക്കെ. സത്യം എന്ന് പറഞ്ഞാൽ 3 months കൊണ്ട് ഒരിക്കലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിച്ചിറങ്ങാൻ പറ്റില്ല, നടക്കില്ല. ബേസിക്സ് പഠിക്കാം. ബേസിക്സ് പറ്റുമോ? അല്ല, ബേസിക്സ് പറ്റുമോ? ബേസിക്സ് പറ്റും. ഞാൻ കുറ്റം പറയണത് മൈൻഡ് സെറ്റ് പറ്റും. ഓക്കെ, അത് കറക്റ്റ്. അതിനോട് ഞാൻ യോജിപ്പാണ്. മൈൻഡ് സെറ്റിനോട് എനിക്ക് ബുദ്ധിമുട്ടില്ല. മൈൻഡ് സെറ്റ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, എനിക്ക് സങ്കടം പിടിച്ചൊരു കാര്യം തോന്നല്ല. സങ്കടം പിടിച്ചൊരു കാര്യം, സബ്സെറ്റ് ഓഫ് പീപ്പിൾ who knows how to communicate well in our market said that digital marketing is a very easy job. ഞാനൊരു മൗസ് ആയിട്ട് എൻ്റെ വീട്ടിൽ പോയി, ഒരു ടച്ച് മൗസ്, എന്തോ കാരണത്താൽ ഈ മൗസ് വർക്ക് ചെയ്തില്ല. എൻ്റെ മകൻ പറഞ്ഞ എന്ത് ഉടായിപ്പ് സാധനമായിട്ടാണ് അപ്പോൾ പറഞ്ഞിട്ടുള്ളത്. So that answer is explicit. നല്ലതാച്ച അടിപൊളിയെന്ന് പറയും, അല്ലെങ്കിൽ ഉടായിപ്പ് പറയും. ആ കണ്ടീഷനിൽ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇഫ് വി ഷുഡ് ഗെറ്റ് ദ ട്രസ്റ്റ് ഓഫ് ദോസ് പീപ്പിൾ, അവരെ വിശ്വാസത്തിൽ എടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല, ഒരു ഫണലും അവിടെ നടക്കില്ല. അപ്പൊ അവിടെ നമുക്ക് വേറെ ഡേറ്റ പോലെ സംസാരിക്കാം. 70% of Gen Z and Gen Alpha in India is looking for reviews in social media platforms and discussion with their peers before buying. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അഫിലിയേറ്റ് വേൾഡ് കോൺഫറൻസ് അല്ലെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റിങ്ങിന്റെ പല പല കോൺഫറൻസുകൾ നമ്മളെപ്പോലത്തെ ആൾക്കാരൊക്കെ പോയിട്ട് നമ്മളെ
നമ്മളെ എക്സ്പോസ് ചെയ്യണം. ഐ ആം എ ഫൂൾ. എന്നെ കുറിച്ച് പറയാം, ഐ ആം എ ബ്ലഡി ഫൂൾ, പ്ലീസ് ഹെൽപ്പ് മീ ടു മേക്ക് മീ എൻ ഇന്റലിജന്റ് പേഴ്സൺ. അപ്പം നമുക്ക് ഒരുപാട് ഇൻസൈറ്റ് കിട്ടും. നമ്മളെ ഈഗോ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നില്ല. നമുക്ക് കുറെ പഠിക്കാൻ പറ്റും. അങ്ങനെ പഠിക്കാൻ പറ്റുന്നത് നമ്മൾ ഡെലിവർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇവിടുള്ള യങ്സ്റ്റേഴ്സും ഇവിടുത്തെ ഏജൻസികൾക്കും ഞങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ സാധിച്ചാൽ ഡെഫിനറ്റ്ലി ദിസ് വിൽ ചേഞ്ച്. അതെ. സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോയുടെ പുതിയൊരു എപ്പിസോഡിൽ ഇന്നിപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ളത് മിസ്റ്റർ ലത്തീഫ് സാറാണ്. സർ, വെൽക്കം ടു. താങ്ക് യു. രണ്ട് പോഡ്കാസ്റ്റ് ഓൾറെഡി ഷൂട്ട് ചെയ്തതാണ്, നമ്മുടെ മൂന്നാമത്തേലിരിക്കുന്നു. അതെ, ലത്തീഫ് സാർ ഒരു ഗ്രോത്ത് മാർക്കറ്ററാണ്. 2-3 കമ്പനിയുടെ CMO ആണ്. എക്സ്, ഫേസ്ബുക്ക്, മെറ്റ, ടിക്ടോക്ക് വർക്ക് ചെയ്ത. ഓക്കെ. അപ്പോൾ സാർ ഇന്ന് കുറച്ചൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. ഇപ്പോൾ കേരള ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പേസിൽ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന പദം തെറ്റിദ്ധരിക്കപ്പെട്ടാണ് നിൽക്കുന്നത്. ആക്ച്വലി അവരൊരു മീഡിയ ബേയിങ് സ്പെഷ്യലിസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു പെയ്ഡ് ആർട്ട് സ്പെഷ്യലിസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം സ്പെഷ്യലിസ്റ്റ് ആവാം. അതെ, അവർ പെർഫോമൻസ് മാർക്കറ്ററാണെന്ന് പറയുന്ന ഒരു നരേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ആക്ച്വലി എന്താണ് ഒരു പെർഫോമൻസ് മാർക്കറ്റർ? അത് പറയണതിന്റെ മുന്നേ എനിക്ക് പറയാനുള്ളത് ഒരു ട്രെയിനിങ് സെഷനിൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി ട്രെയിനിങ് സെഷനിൽ അവിടെ എനിക്ക് കിട്ടിയ ഫീഡ്ബാക്കാണ് സത്യത്തിൽ അതിൽ ഏറ്റവും എന്നെ ചിന്തിപ്പിച്ചൊരു പോയിന്റ്. ഓക്കെ, ആ ഫീഡ്ബാക്ക് ലാസ്റ്റ് ദിവസം ഞാൻ അവരോട് ചോദിച്ചു, എന്നെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞങ്ങളിപ്പോൾ ഒരു 2 മാസത്തോളം ക്ലാസ് എടുത്തതല്ലേ. ഓക്കെ, ഒരു അഭിപ്രായം പറയുന്നപ്പോൾ ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞൊരു പോയിന്റ് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. ആ പോയിന്റ് ഇത്രയേ ഉള്ളൂ: സാറേ, നിങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങൾ പങ്കെടുക്കുന്നത് വരെ ഒരു പെർഫോമൻസ് മാർക്കറ്റർ എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നത് വാസ് എ പേഴ്സൺ ഹു നോസ് അഡ്വാൻസ്ഡ് വേർഷൻ ഓഫ് ഗൂഗിൾ ആഡ്സ്. ഓക്കെ, അത് തന്നെ അതിനുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. ഗൂഗിൾ ആഡ്സ് അറിയുന്ന ഈ അഡ്വാൻസ്ഡ് വെർഷൻ എന്താന്നുള്ളത് ഇപ്പോഴും എനിക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ കുട്ടിക്കൊരു തോട്ട് പ്രോസസ്സ് ഉണ്ടായിരുന്നു. അത് അറിയുന്നവനാണ് പെർഫോമൻസ് മാർക്കറ്റർ എന്നാണ് ഞങ്ങൾ വിശ്വസിച്ചിരുന്നത്. പക്ഷെ വെൻ യു ഹാവ് ടോക്ക് അപ്പ് ദ മാറ്റർ, അല്ലെങ്കിൽ നിങ്ങൾ ഇതൊരു 2 മാസം കൊണ്ട് സംസാരിച്ച സമയത്ത് ഞങ്ങളുടെ കയ്യിലുള്ള ആ ഒരു സിസ്റ്റം തന്നെ ഞങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയും. ഇതൊന്നല്ല പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്നുള്ളത്. വളരെ ബേസിക് ടേമിൽ പറഞ്ഞാൽ പെർഫോമൻസ് മാർക്കറ്റർ ഈസ് എ പേഴ്സൺ ഹു ഡസ് സെയിൽസ് അറിയുന്ന ഒരാളാണ്. അപ്പോൾ ഹസൻ അറിയുന്ന കാര്യമാണ്. ഹസൻ ഒരുപാട് സ്ഥാപനങ്ങളുടെ ഉടമയാണല്ലേ. യു ആർ എൻ ഓൺട്രപ്രണർ, യു ആർ ദ CEO ഓഫ് ദ ബിസിനസ്. സോ വാട്ട് ഈസ് യുവർ ഒബ്ജക്റ്റീവ് ഇൻ ഡൂയിങ് ദിസ് ബിസിനസ്? എന്താണ് നിങ്ങളുടെ ശരിക്കും വിഷൻ, മിഷൻ, നമ്മുടെ ഡ്രീം, പല മണ്ണാങ്കട്ടകളും നമ്മൾ പറയേണ്ടത്. വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ബിസിനസ്? ഒബ്വിയസ്ലി ഇറ്റ് ഇസ് ടു ജനറേറ്റ് റവന്യൂ. അപ്പോൾ ജനറേറ്റ് റവന്യൂ എന്നുള്ളത് എൻഡ് ഗോളാണെങ്കിലും നമുക്കവിടെ പല എൻസിലൂടെയാണ് ആ എൻഡ് ഗോൾ മീറ്റ് ചെയ്യണത്. അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിന്റെ ഡയലക്റ്റിൽ നമ്മൾ പറയുകയാണെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ ശുദ്ധമായ ഭാഷ പറഞ്ഞ പേഴ്സൺ ഹു അണ്ടർസ്റ്റാൻഡ്സ് ദ ബിസിനസ് കംപ്ലീറ്റ്ലി. ഓക്കെ, he knows in and out of the business. He knows how to do market research. He knows the personas. He knows the communication style which is to be used. He knows the sales techniques. He knows how to convince the customer, what to tell to him, എപ്പോൾ പറയണം, എങ്ങനെ പറയണം, ഏത് രൂപത്തിൽ പറയണം എന്നത് മുതൽ ഡിജിറ്റൽ ചാനലുകളായ എല്ലാ ചാനലുകളും ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ എങ്ങനെ കൺവിൻസ് ചെയ്യണം ടു തിങ്ക് ഹിം ദാറ്റ് ഹി ഷുഡ് ബൈ ദിസ് പ്രോഡക്റ്റ്. ഈ ഒരു പ്രോസസ്സിലേക്ക് എത്തുന്നത് വരെയുള്ള ഒരു കൾമിനേഷനാണ്, അല്ലെങ്കിൽ ഒരു ആകത്തുകക്കാണ് നമ്മൾ ശരിക്കും പെർഫോമൻസ് മാർക്കറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ശരിയാണ്, ഹസൻ പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റാണ്. അതെന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളെല്ലാവരും പരിചയപ്പെടുത്തുന്നത് പല കമ്മ്യൂണിറ്റികളിൽ കൂടിയാണ്. ആ കമ്മ്യൂണിറ്റികളിലൊക്കെ ചർച്ച ചെയ്തിരുന്നത് തുടക്കത്തിൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കോഴിക്കോട് പോയപ്പോൾ ഒരു വ്യക്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു പെർഫോമൻസ് മാർക്കറ്ററാണെന്ന്. ഞാൻ പറഞ്ഞ സന്തോഷം. കാരണം എന്താ വെച്ചാൽ ആ ഒരു, പക്ഷേ അദ്ദേഹത്തിനായിട്ട് ഡിസ്കഷൻ നടത്തി നോക്കുമ്പോൾ എന്താണ്, പുള്ളി ഒരു ഗൂഗിൾ ആഡ്സിന്റെ അറിയുന്ന വ്യക്തിയാണ്. ഗൂഗിൾ ആഡ്സ് അറിയുന്ന ഒരാളാണ്. മീൻസ് ഈസ് എൻ ആഡ്സ് പ്ലാറ്റ്ഫോം പേഴ്സൺ, ബട്ട് ഹി ഡസന്റ് നോ വാട്ട് ആർ ദ ഡെമോഗ്രാഫിക്സ് യു ഷുഡ് ടോക്ക്. ഒരു പ്രൊഡക്റ്റ് കിട്ടിയപ്പോൾ, ദുബായിൽ ഒരു പ്രൊഡക്റ്റ് കിട്ടിയ സമയത്ത് എൻ്റെ അടുത്ത് ആ പ്രൊഡക്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചൊരു സിമ്പിൾ ചോദ്യം ഇതാണ്: വാട്ട് ഡെമോഗ്രാഫിക്സ് യു വാണ്ട് ടു സ്പീക്ക്? നിങ്ങൾ ആരോടത് സംസാരിക്കാൻ പോണത്? ഹൂ ഇസ് യുവർ ടാർഗറ്റ് ഓഡിയൻസ്? ഇത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ ഇവിടുത്തെ ആൾക്കാർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ബട്ട് ഒരുപാട് പിന്നെന്താ പറയേണ്ടി
ആൾക്കാരെ മുന്നിൽ, ഒരുപാട് കമ്മ്യൂണിറ്റികളുടെ മുന്നിൽ ഞാനിത് പറയാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ലക്കിലി ഇപ്പോൾ ഒരു കൾമിനേഷൻ പോയിന്റ് എത്തിയിട്ടുണ്ട്. ലത്തീഫ് സാർ പറഞ്ഞു കൊടുത്ത എന്തൊക്കെ കാര്യങ്ങൾ തുടക്കത്തിൽ എന്നെ എതിർക്കാൻ ഒരുപാട് ആൾക്കാർ വന്നു. എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല, അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ആൾക്കാർ, അതിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കുറേ ഫീഡ്ബാക്സ് കിട്ടാൻ തുടങ്ങിയപ്പോൾ. ദാറ്റ് വി ആർ അണ്ടർസ്റ്റാൻഡിങ് ദിസ് ഇസ് നിങ്ങൾ പറയുന്നിടത്താണ്. പിന്നെ ഹസൻ അറിയാം ദാറ്റ് വി ആർ ഇൻ എ വെരി കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ബ്ലഡി കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആണ്. ബ്ലഡി കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് AI പ്രോസസ്സുകൾ, AI സിസ്റ്റംസ്, AI മോഡൽസ് ഇസ് ഹെവിലി ഇമ്പാക്റ്റിംഗ് അവർ എല്ലാ ഫാസറ്റ്സ് ഓഫ് മാർക്കറ്റിംഗ്. ഏജൻസ് തന്നെ. ഏജൻസ് ഇപ്പൊ ഞാൻ തന്നെ നിന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനികളിൽ ഇപ്പോൾ ഏകദേശം ഒരു 25ഓളം ഏജന്റുകളെ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടി നിൽക്കുക. എന്ന് വെച്ചാൽ 25 ആൾക്കാരെ ജോലിയാണ് എടുക്കുന്നത്. ഈ ഒരു സ്ഥിതിയിൽ വെച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് എ ബിഗിനിങ്. അതിപ്പോൾ കേരളം പോലത്തെ ഒരു സ്റ്റേറ്റിൽ ഇത് പുറത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ആയിരക്കണക്കിനാണ് ഇംപ്ലിമെന്റ് ചെയ്തത്. സോ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ശരിക്കും അറിയണമെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റിംഗ്, ഗ്രോത്ത് മാർക്കറ്റിംഗ്, പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമുള്ളത് എന്താ വെച്ചാൽ ഗ്രോത്ത് മാർക്കറ്റിംഗും പെർഫോമൻസും ഒന്നാച്ചിരിക്കണവരുണ്ട്. നമ്മൾ അതിന്റെ ഒരു മിത്തും ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. ശരിക്കും ഗ്രോത്ത് മാർക്കറ്റിംഗും പെർഫോമൻസ് മാർക്കറ്റിംഗും ഒരു പാതയിലാണെങ്കിലും രണ്ടും രണ്ടാണ്. എന്താണ് ഗ്രോത്ത് മാർക്കറ്റിംഗ്? സിമ്പിൾ ആയിട്ട് യു ഹാവ് എ സ്ഥാപനം. ഓക്കെ, ആ സ്ഥാപനത്തിന് ശരിക്കും വാല്യുവേഷൻ കൊണ്ടുവരണം. ഒരു സ്റ്റാർട്ടപ്പിന് വേറെ തന്നെ ഒരു മാർക്കറ്റിലേക്ക് വരണം. യു ഹാവ്, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഓക്കെ, ഇതാണ് നമ്മൾ വിൽക്കാൻ പോകുന്ന പ്രൊഡക്റ്റ്. പെർഫോമൻസ് മാർക്കറ്റർ എന്നാണ് ശരിക്കും പറയുകയാണെങ്കിൽ എന്താണ്, ഇത് കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന ആളെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഗ്രോത്ത് മാർക്കറ്റിംഗ് അത് തന്നെയാണ്. പക്ഷെ ആക്ച്വലി യു ആർ ഫൈൻഡിങ് ഔട്ട് ഹൗ മെനി പീപ്പിൾ ഇത് മേടിക്കാൻ പറ്റുന്നവർ ഇവിടെ ഉണ്ട്. ഞാൻ ഇവരോട് എങ്ങനെ സംസാരിക്കണം? ഓക്കെ, ഞാൻ ഏത് രീതിയിലാണ് ഇവനോട് സംസാരിക്കേണ്ടത്? ഇതിൽ എത്ര ആൾക്കാർക്ക് ഇത് മേടിക്കാൻ സാധ്യത ഉള്ളവരുണ്ട്? ഇവനോട് ഞാൻ ഏത് രീതിയിലൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ഇവനെ കൺവിൻസ് ചെയ്യേണ്ടത്? ഓക്കെ, ഇതിനെ ബ്രോഡ് സ്പെക്ട്രത്തിൽ നമ്മൾ പഠിക്കുന്നതിനാണ് ഗ്രോത്ത് മാർക്കറ്റിംഗ്. ശരിക്കും പറഞ്ഞാൽ പെർഫോമൻസ് മാർക്കറ്റിംഗിന്റെ വളരെ ഇമ്പോർട്ടന്റ് സബ്സെറ്റ് ആണ് ഗ്രോത്ത്. പക്ഷെ ഗ്രോത്ത് മാർക്കറ്റിംഗ് പെർഫോമൻസും ഒന്നല്ല. പെർഫോമൻസ് മാർക്കറ്റർക്ക് ഒരു 50 to 70% നോളജ് ബിസിനസിനെ കുറിച്ചുണ്ടെങ്കിൽ ഗ്രോത്ത് മാർക്കറ്റർക്ക് അത് 100% അറിഞ്ഞിരിക്കണം. ഇന്നലെ ഞാനൊരു ഫ്രണ്ട് ഓഫ് മൈൻ ഒരു കൺസൾട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഇത്രയേ ഉള്ളൂ, ഞങ്ങളുടെ അടുത്ത് എല്ലാ ഡിജിറ്റൽ മാർക്കറ്റേഴ്സും വരുമ്പോൾ അവർ പറയുന്ന ഒരു കൺസെപ്റ്റാണ്, എല്ലാം ചെയ്യാം. ഓക്കെ, നിങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ ഇതിൽ 70% ഞാൻ ചെയ്യില്ല. കാരണം ചെയ്തതുകൊണ്ട് കാര്യമില്ല. ആ പറഞ്ഞപ്പോൾ 2 മണിക്കൂർ നേരം അദ്ദേഹം ഇരുന്ന് ഞാൻ പറഞ്ഞതൊക്കെ കേട്ട്. അപ്പം അദ്ദേഹം പറഞ്ഞ്, നിങ്ങൾക്ക് എൻ്റെ ഉള്ളിലുള്ള തോട്ട് പ്രോസസ്സിനെ പേപ്പറിലേക്ക് കൊണ്ടുവന്ന് അതിനെ ഫങ്ഷണൽ പോയിന്റ് ആക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതൊരു ഗ്രോത്ത് മാർക്കറ്റർക്ക്, ഒരു പെർഫോമൻസ് മാർക്കറ്റർക്ക് അറിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രൂത്ത് ബോംബ് നമ്മൾ പറയുകയാണെങ്കിൽ പ്ലാറ്റ്ഫോംസ് എല്ലാം അറിഞ്ഞതുകൊണ്ട് മാത്രം ഒരിക്കലും പെർഫോമൻസ് മാർക്കറ്റർ ആവില്ല. അതാവാൻ കഴിയില്ല. ഓക്കെ, ഇനി അത് എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അപ്പോൾ നമ്മൾ ആ ബിസിനസ്സിന് കൃത്യമായ രൂപത്തിൽ അറിയുന്ന ഒരു വ്യക്തി ആയാൽ മാത്രമേ ഇത് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ചിലവർ ചോദിക്കും, ഞങ്ങൾക്കും കിട്ടുന്ന റിസൾട്ട് അല്ലേ, ഞങ്ങൾക്കും കിട്ടുന്ന ലീഡല്ലേ, നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ പെർഫോമൻസ് മാർക്കറ്റർ എന്ന് പറഞ്ഞില്ല? അത് പെർഫോമൻസിൻ്റെ ഒരു സബ്സെറ്റ് മാത്രമാണ് റിസൾട്ട് കിട്ടൽ. ഇതിനെ ഗ്രോ ചെയ്യണം, ഇതിന് സ്കെയിൽ ചെയ്യണം. ഓക്കെ, സ്കെയിൽ ചെയ്യാന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി പ്രോസസ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. അതിലിപ്പോൾ നമ്മൾ മെറ്റയുടെ പ്ലാറ്റ്ഫോം വെച്ച് സംസാരിക്കുമ്പോൾ ശരിക്കും ഹസൻ്റെ അഭിപ്രായത്തിൽ നമ്മളിപ്പോൾ ഒരു ആഡ് ക്രിയേറ്റീവ് എടുത്തു, നമ്മൾ ടോപ്പ് ഓഫ് ദ ഫണൽ എടുക്കുക. ഓക്കെ, ടോപ്പ് ഓഫ് ദ ഫണൽ എടുത്തു കഴിഞ്ഞാൽ ഹസൻ്റെ അഭിപ്രായത്തിൽ അത് എന്തിനാണ് നമ്മൾ ടോപ്പ് ഓഫ് ദ ഫണൽ ഉപയോഗിക്കുന്നത്? അവയർനെസ്സിന് വേണ്ടി. ബേസിക് ആൻസർ അതാണ്. പക്ഷെ എൻ്റെ അടുത്ത് ചോദിച്ചത് അവയർനെസ്സിന് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള സിഗ്നലുകൾ, നിങ്ങളെ പ്രൊഡക്റ്റ് അല്ലട്ടാ, ആ കാറ്റഗറിയിലുള്ള ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് ആഗ്രഹിക്കുന്ന സബ്സെറ്റിൽപ്പെട്ട സിഗ്നലുകൾ കണ്ടവർക്ക് നിങ്ങളെ പ്രൊഡക്റ്റിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ടോപ്പ് ഓഫ് ദ ഫണൽ നിങ്ങൾ കൊടുക്കുന്ന അവയർനെസ്. ഇങ്ങനെ വരുന്ന സബ്സെറ്റ് എത്ര ആൾക്കാരുണ്ടാവും? വളരെ കുറവേ ഉണ്ടാവുള്ളൂ അല്ലേ? അതുകൊണ്ടാണ് ചില അക്കൗണ്ടുകൾ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റാത്തത്. അതിന്റെ കാരണം എന്താ? അൺഅവെയർ ആയിട്ടുള്ള ഓഡിയൻസിനെ അവെയർ ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അവിടെ ലേണിംഗ് നടത്തണം. അത് നിങ്ങൾക്ക് ബിസിനസ് അറിയണ്ടേ? വേണ്ടേ? ബിസിനസ് അറിയാതെ, കൃത്യമായ രൂപത്തിൽ ബിസിനസിന്റെ കോമ്പോസിഷൻസിന് അറിയാതെ, പ്രൊപ്പോസിഷൻസിന് അറിയാതെ, എങ്ങനെ ഡെലിവറി ചെയ്യേണ്ടിയെന്ന് അറിയാതെ എങ്ങനെ ഈ കാര്യം നടക്കും?
അതെ. ചില ക്യാമ്പയിനുകൾ റൺ ചെയ്യുന്ന സമയത്ത് പെർഫോമൻസ് മാർക്കറ്റേഴ്സ് പറയും, ലത്തീഫ് സാറേ ഇതിവിടെ വെച്ച് അവസാനിപ്പിച്ചു, ഇതിവിടെ വെച്ചിട്ട് അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ഇവരുടെ ഉള്ളെടുക്കാൻ വേണ്ടി ചോദിക്കും, അത് നിങ്ങൾ അങ്ങനെ പറഞ്ഞു ചോദിക്കും. അപ്പം എന്നോട് പറയും, സാറേ നമുക്ക് അത് നോക്കിയാൽ തന്നെ മനസ്സിലാവണം ഇതിലപ്പുറം സ്കെയിൽ ചെയ്യാൻ പറ്റില്ല, ഈ അക്കൗണ്ടിനെ സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം എന്തുകൊണ്ട് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ ചോദിക്കും. സാറേ ഇനിയൊരു ടോപ്പ് ഓഫ് ദ ഫണൽ അവിടെ വർക്ക് ചെയ്യില്ല, ഇനിയൊരു മിഡിൽ ഓഫ് ദ ഫണൽ അവിടെ ഇവിടുന്ന് കണക്ട് ചെയ്യാൻ പറ്റില്ല, ഇനിയൊരു ബോട്ടം ഓഫ് ദ ഫണലിൽ നമുക്ക് അവിടുന്ന് ഡെലിവറി ചെയ്യാനും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഈ മാർക്കറ്റ് സാച്ചുറേറ്റഡ് ആണ്. ഇതിനു വേണ്ടി ഡെമോഗ്രാഫിക്സ്, ബിഹേവിയർ, ഇൻട്രസ്റ്റ് സാച്ചുറേറ്റഡ് ആണ്. ഈ സാച്ചുറേറ്റഡ് ആയുള്ള സിറ്റുവേഷൻ നമുക്ക് അവിടെ പുതിയ ലേണിംഗ് മെത്തേഡ് കൊണ്ടുവരാൻ സാധിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്. ലേണിങ്സ് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലത്ത് ബിസിനസിന്റെ വാല്യുവേഷനെ, ബിസിനസിന്റെ വോളിയത്തിനെ നമുക്ക് ഒരിക്കലും ഇത് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ കൊണ്ടുവരാൻ പറ്റാത്തടത്ത് നമുക്കത് അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ പോഡ്കാസ്റ്റിലൂടെ നമ്മൾ പറയുന്ന പോയിന്റ് എന്താണ്, നിങ്ങളൊരു പെർഫോമൻസ് മാർക്കറ്റർ ആകുമ്പോൾ പ്ലാറ്റ്ഫോം അറിയൽ നിർബന്ധമാണ്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് പ്ലാറ്റ്ഫോം അറിയാം. ഇനിയിപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിൻ്റെ കാര്യത്തിലേക്ക് വേറെ കിടക്കുക, നമ്മൾ ലേണിങ്സിനെ കുറിച്ച് പറയും, അല്ലെങ്കിൽ സീഡ് ലിസ്റ്റിനെ കുറിച്ച് പറയും. ഈ സീഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ പലതരത്തിലുള്ള ഫാക്ടേഴ്സ് കൊണ്ട് നമുക്ക് ഈ അക്കൗണ്ടിലെ ലേണിങ്സ് പഠിപ്പിക്കണം. ഈ ലേണിങ്സ് പഠിപ്പിച്ചാൽ മാത്രമേ അക്കൗണ്ടിന് തിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അക്കൗണ്ടിന് വ്യത്യസ്തമായ സിഗ്നലുകളിലൂടെ അക്കൗണ്ടിന് പഠിക്കാൻ പറ്റുള്ളൂ. എന്തെന്ന്, ഞാൻ എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഈ ഒരു ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് എന്ത് ക്ലയൻറ്റിനാണ് ഇയാൾക്ക് കൊടുത്തു കൊടുക്കേണ്ടത്, മനസ്സിലായില്ലേ? ഞാൻ ഹസൻ്റെ അടുത്തൊരു ക്യൂരിയസ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഫേസ്ബുക്കിൻ്റെ ഒരു പ്രൊഫൈൽ, ഓക്കെ, ഫേസ്ബുക്കിൽ 3 ബില്യൺ പ്രൊഫൈലുകളുണ്ട് ഇപ്പോൾ, 3.something ബില്യൺ എന്ന് പറഞ്ഞാൽ 300 കോടി ആൾക്കാർ, 800 കോടി ജനങ്ങൾ ലോകത്തുള്ളതിൽ ഏകദേശം ഒരു 800ന്റെ 3 വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര, 24-25% ആൾക്കാർ ഫേസ്ബുക്കിൽ ഉണ്ടെന്ന് വിചാരിച്ചു, അവർ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം. ഹസനോട് ഞാനൊരു തമാശക്കൊരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു പ്രൊഫൈലിന്റെ മുകളിൽ എത്ര ലേണിങ്സ് ഫേസ്ബുക്ക് പഠിച്ചിട്ടുണ്ട് ഇതുവരെ? ഹസൻ ഒരു നമ്പർ പറയാൻ പറ്റും? ജസ്റ്റ് ഗസ്സിങ് ഒരു നമ്പർ അടിച്ചു, അത് 1000 ആവാം, 1,00,000 ആവാം, 50,000 ആവാം, 60,000 ആവാം, എത്ര ആവട്ടെ, നമ്പർ പറയും. 2000. ഓക്കെ, ഹസൻ മനസ്സിലാക്കേണ്ടത് 2025 ഫെബ്രുവരിയോട് കൂടിയിട്ട് 52,000 ടച്ച് പോയിന്റ് ഒരു പ്രൊഫൈലിന്റെ മുകളിൽ മെറ്റക്ക് അറിയാം. 52,000. ഓക്കെ, 52,000 ടച്ച് പോയിന്റുകൾ ഒരു പ്രൊഫൈലിന്റെ മുകളിൽ മെറ്റക്ക് അറിയുമെങ്കിൽ ആൻഡ്രോമെഡ, ലാംഡ പോലത്തെ ആൽഗോരിതംസിന്റെ വോളിയം ഓഫ് ലേണിങ്സ്. അതുകൊണ്ടാണ് നമ്മൾ പെർഫോമൻസ് മാർക്കറ്റേഴ്സ് ഇപ്പോൾ പറഞ്ഞത്, നിങ്ങൾ ബിഹേവിയർ ടാർഗറ്റിങ്ങും ഇൻട്രസ്റ്റ് ടാർഗറ്റിങ്ങും ലൊക്കേഷൻ ടാർഗറ്റിങ്ങിന്റെ മുകളിൽ നിങ്ങൾ വീടാവണ്ട. നമ്മളിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് അങ്ങനത്തെ ഒരു കേസ് സംസാരിച്ചത് അല്ലേ? അപ്പൊ അവിടെ തന്നെ നമ്മൾ പറഞ്ഞത് ക്രിയേറ്റീവിന് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞല്ലേ? ദാറ്റ്സ് എ റീസൺ, ബിക്കോസ് ആൽഗോരിതം നോസ് ഇസ് വെരി വെൽ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട പോയിന്റ് എന്താണ്? വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ ബിസിനസ്, വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ടു നെറേറ്റ് ഇറ്റ് ടു ദ ആൽഗോരിതം, and we should tell the algorithm that bhaiya, this is my problem, this is the fund I have, and this is the audience I need, അല്ലേ? അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പ്ലാറ്റ്ഫോം അറിയണവനെ മാത്രം കൊണ്ട് നടക്കില്ല. പക്ഷെ പോസിറ്റീവ്ലി അത് ട്രാൻസിഷൻ വരുന്നുണ്ട്. അതെ, നമുക്ക് ഒരു പെർഫോമൻസ് മാർക്കറ്റായിട്ട് പുഷ് ചെയ്യാൻ പറ്റുമെന്ന് ബിസിനസ് പഠിച്ചുകൊണ്ട്, കോപ്പി റൈറ്റിംഗ് പഠിച്ചുകൊണ്ട്, കമ്മ്യൂണിക്കേഷൻ എങ്ങനെ പോകണമെന്നുണ്ട്, ആട്രിബ്യൂഷൻ മോഡൽസ് എങ്ങനെ പോകണമെന്ന് പഠിപ്പിച്ചുകൊണ്ട്. ആ ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, അല്ല ഒരു പോയിന്റ് ആണ് താങ്കൾ എടുത്തിട്ട്. കാരണം എന്താ വെച്ചാൽ MMA മോഡൽസ്, അതെ, മൾട്ടിമിക്സ് മോഡൽസ്, മാർക്കറ്റിംഗ് മീഡിയ മിക്സ് അല്ലേ, മീഡിയ മിക്സ്, അതെ, മൾട്ടി ടച്ച് ആട്രിബ്യൂഷൻസ്. എന്തുകൊണ്ടാണ് ഇപ്പൊ പെർഫോമൻസ് മാർക്കറ്റർ ശരിക്കും ആരെന്നറിയും? ബിസിനസ് അറിയുന്ന ആൾ, സംസാരിക്കാൻ അറിയുന്ന ആൾ, ഡാറ്റ അളക്കാൻ അറിയുന്ന ആൾ. നമ്മൾ പറയുന്ന ഫോർമുല അതാണ്. A person who knows the business, a person who can communicate the business, and person who understand the business, the data which is coming into that business. അനലിറ്റിക്സും എങ്ങനെയാണെന്നുള്ളത് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. കാരണം മൾട്ടി ടച്ച് ആട്രിബ്യൂഷൻസ്, MMM മോഡലിംഗ് ഒക്കെ ഇതിന്റെ വളരെ കൃത്യമായ ഡെഫിനിഷൻ. ഞാനിപ്പോൾ അടുത്ത എൻ്റെ ഒരു സുഹൃത്തിനായിട്ട്, നമ്മൾ രണ്ടാളും തമ്മിൽ അറിയുന്ന ഇന്റർവ്യൂ പോഡ്കാസ്റ്റിൽ ഞാൻ ചോദിച്ചല്ല, ഈ MER-ഉം MMM അല്ല, MER-ഉം അതുപോലെ റോയാസും ഒന്നാണ്. ഓക്കെ, ഒരുവിധ ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് അല്ല സാർ അത് രണ്ടും ഒന്നല്ലേ? അത് രണ്ടും ഒന്നല്ല. കാരണം നമ്മൾ അതിന്റെ ഓരോ ജഗർനോട്ടിനും ഓരോ KPIs-നും ഓരോ അർത്ഥങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇയാൾക്കിത് ബിസിനസ് അറിയാതെ, ഇയാൾക്കിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാതെ
ചിലപ്പോൾ നമുക്കതൊരു കോൺട്രവേഴ്ഷ്യൽ പോഡ്കാസ്റ്റ് ആവാം, ചിലപ്പോൾ കുറെ ആൾക്കാർ നമ്മൾ തെറി പറഞ്ഞേക്കാം, പക്ഷെ വേറെ നമ്മളിത് പറഞ്ഞേ തുറന്ന് പറഞ്ഞേ പറ്റൂ. നിങ്ങൾ വേറെ നിങ്ങളുടെ ആഡ്സ് എക്സ്പേർട്ട് ആണെങ്കിൽ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. നിങ്ങളെ ബഹുമാനിക്കേണ്ടടുത്ത് ഞങ്ങൾ ബഹുമാനിക്കുക ചെയ്യും. കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ ഒരു ട്രൂത്ത് ബോംബ് പറഞ്ഞ സമയത്ത് നമ്മൾ ഇവിടുത്തെ ഒരു എക്കോസിസ്റ്റത്തിനാണ് പറഞ്ഞത്. അത് അവർക്ക് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പറയുന്നത്. ആണ്, തീർച്ചയായിട്ടും. സത്യം എന്താണെന്ന് മനസ്സിലാക്കണം. സത്യം എന്താണെന്ന് മനസ്സിലാക്കുകയും വേണം. നമുക്ക് എന്തുകൊണ്ട് ഇവിടുത്തെ എക്കോസിസ്റ്റത്തിനെ സ്കെയിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ അതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഈ ഒരു ലോകത്തുള്ള കംപ്ലീറ്റ് മോഡൽസിനെയും കൃത്യമായി പഠിക്കാൻ ഇന്നും കേരളത്തിലെ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ശ്രമിച്ചിട്ടില്ല. പക്ഷെ ലക്കിലി ഞാനൊരു കാര്യം പറയാം, ഒരുപാട് യങ്സ്റ്റേഴ്സ് പ്രൈവറ്റ്ലി ഇപ്പോൾ മെസ്സേജ് അയക്കാൻ തുടങ്ങി. ഇപ്പോൾ നല്ല രീതിയിൽ അത് ഡെവലപ്പായി വരുന്നുണ്ട്. മെയിൻലി എന്താ വെച്ചാൽ ഓൾഡ് തിങ്ക് ടാക്സ് അല്ല ഇത് ചോദിക്കുന്നത്, ഇത് ജെൻസിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന എന്താ പറയുക ഡിസ്റപ്റ്റേഴ്സ് ആണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യമാണ്. പണ്ട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞതൊക്കെ പണ്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്കും ഇത് തോന്നി തുടങ്ങുന്നുണ്ട്, ഞങ്ങൾക്കിത് മനസ്സിലായി തുടങ്ങുന്നത്. റോസ് വെച്ചിട്ട് തന്നെ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനീസ് കാരണം എന്താ വെച്ചാൽ പ്രോഫിറ്റബിലിറ്റിയോ LTVയോ ഓപ്പൺ ആയിട്ട് പറയാറില്ല, ഒരാളും പറയാറില്ല. ഇനി രണ്ടാമത്തെ ഒരു കണ്ട് റോയാസ് തന്നെ ആണെങ്കിൽ പ്ലെയിൻ റോയാസ് ഉണ്ട്, ബ്ലെൻഡഡ് റോയാസ് ഉണ്ട്. ബ്ലെൻഡറിനെ കുറിച്ച് ആര് സംസാരിക്കും? നിങ്ങൾക്ക് ആട്രിബ്യൂഷൻ സൈക്കിൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് മീഡിയം വഴിയാണ് ട്രാഫിക് വന്നിക്കണമെന്ന് എത്ര പേര് പറയും? ഇപ്പം ഇന്നലെ എനിക്ക് നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിൽ അദാനിയുടെ ഒരു മാർക്കറ്റിംഗ് ടീമിനായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ അവരിങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ പോയിന്റ് കണ്ടേക്ക് പറഞ്ഞു, അല്ല മാഷ ഇത് പ്രോഗ്രാമാറ്റിക് ആണെങ്കിലും പ്രോഗ്രാമാറ്റിക് എന്ന് പുള്ളി പറഞ്ഞില്ല. പുള്ളിയുടെ അടുത്ത് ഞാൻ അടുത്തേക്ക് ചോദിച്ച ഒരൊറ്റ ചോദ്യം ഇതാണ്, നിങ്ങൾ ഈ തരുന്ന ഇൻവെന്ററി ഞങ്ങൾക്ക് ഒരിക്കലും കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ലീഡ് ജനറേഷൻ പറ്റില്ല, സെയിൽസ് പറ്റില്ല. ഇത് വെറും അവയർനെസ്സിന് വേണ്ടി മാത്രമുള്ള ഇൻവെന്ററി ആണ് നിങ്ങൾ ഞങ്ങൾക്ക് തരാൻ പോണത് എന്ന് വെച്ചാൽ അതും മനസ്സിലാക്കാത്ത ആൾക്കാരാണെന്ന് സത്യത്തിൽ പറഞ്ഞാൽ ഇവിടെ കൂടുതലുള്ളത്. പക്ഷെ ഞാൻ പറയണത് എന്താ വെച്ചാൽ എക്കോസിസ്റ്റത്തിൽ വലിയൊരു ഡിസപ്ഷൻ വന്നേ പറ്റൂ. അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇനി വരുന്ന ആൾക്കാർക്കെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ ഈ രീതിയിൽ ഇതിനൊരു സ്ട്രക്ചർ ഉണ്ട് എന്നുള്ളത്. കാരണം നമ്മൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് പറയുന്ന സമയത്ത് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയുകയാണ്, അക്കൗണ്ട്സ് സ്കെയിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ഈ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവിൽ വോളിയം ഓഫ് സെയിൽ കൊണ്ടുവരാൻ പറ്റാത്ത കാര്യങ്ങൾക്കൊക്കെ ഞാൻ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയാറില്ല. ഞാൻ പറയുന്നത് അത് സോഷ്യൽ ത്രൂ ഓർഗാനിക് സോഷ്യൽ ഓർ പെയ്ഡ് സോഷ്യൽ, ദാറ്റ്സ് ഇറ്റ്. അതാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കേൾക്കുന്നത്. ഇത് തന്നെ മതി, ഇത് കേൾക്കണമെങ്കിൽ ശരിക്കും മനസ്സിലാവും ഇതൊക്കെയാണ് ഇതിൻ്റെ. പക്ഷെ ലക്കിലി ഞാൻ വീണ്ടും പറയുന്നു ഹസനെ, ഇന്ന് നമുക്ക് കേരളത്തിൽ സത്യത്തിൽ പറഞ്ഞ ഡിസ്റപ്ഷൻ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മുതൽ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ കലാപരിപാടിക്ക് ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇതിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അതിന് സന്തോഷമുണ്ട്. ഉറപ്പായിട്ടും. നമുക്കിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്രോത്ത് മാർക്കറ്റിംഗ് ടെക്നിക്സ് എന്തൊക്കെയായിരിക്കും? സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ഒരാൾക്ക് ഗ്രോത്ത് ടെക്നിക്സ് എന്തൊക്കെയായിരിക്കും എന്ന് വെച്ചാൽ ഗ്രോത്ത് ഹാക്കുകളാണ് സത്യത്തിൽ അവിടെ ഉപയോഗിക്കുന്നത്. ഈ ഗ്രോത്ത് ഹാക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് എന്താണെന്ന് അറിയണം. സോ വാട്ട് ഈസ് ദ യുണീക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ എന്നുള്ളതൊക്കെ പഴയ കഥയാണ്. അതിപ്പോൾ എല്ലാവർക്കും ഒരു യുണീക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ ഉണ്ടാവും, മിഷനും വിഷനൊക്കെ ഉണ്ടാവും. പക്ഷേ അവിടെ യുണീക് സെല്ലിംഗ് പ്രൊപ്പോസിഷനെക്കാട്ടിയും കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ നിനക്കൊരു നല്ല എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. എനിക്കിപ്പോൾ അടുത്ത് ബോംബെ എന്നൊരു കൺസൾട്ടിങ് കോൾ കിട്ടി. അതൊരു വലിയ കഥയാണ്, നിനക്ക് പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ ഗ്രോത്ത് ഹാക്കിംഗ് കൃത്യമായി കിട്ടും. ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഐ ഹാവ് എ പ്രൊഡക്റ്റ് ഔട്ട് ആൻഡ് ദാറ്റ് പ്രൊഡക്റ്റ് ഈസ് എ കോസ്മെറ്റിക് പ്രൊഡക്റ്റ്. ഓക്കെ, ഈ കോസ്മെറ്റിക് പ്രൊഡക്റ്റിൽ ഈ പ്രൊഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ വിച്ച് ഇസ് ക്യാൻസർ ആയിട്ടുള്ള വ്യക്തികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നോൺ കാർസിനോജിക്കായ എന്നാൽ റേഡിയേഷനും കീമോതെറാപ്പിയും വന്ന വ്യക്തികൾക്ക് വരെ ഉപയോഗിച്ചാൽ റിയാക്ഷൻസ് വരാത്ത തരത്തിലുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. ഞാൻ അടുത്തേക്ക് ചോദിച്ചത് നിങ്ങൾ എവിടുന്ന് സോഴ്സ് ചെയ്യണം? ഈ സെയർ ഫ്രം ചൈന. ഓക്കെ ഫൈൻ, നിങ്ങൾക്ക് ഇതിൻ്റെ വാലിഡേഷനും അക്രഡിഷനും എവിടുന്ന കിട്ടിയിരിക്കണം. അപ്പോൾ ആ ടെക്നിക്കുകൾക്ക് നിനക്ക് തലയിൽ സ്പാർക്ക് കത്തുണ്ടാവുമെന്ന് വിചാരിക്കട്ടെ. ഇവിടത്തേക്ക് ഉള്ളുകഴിഞ്ഞ ബോഡീസ് അക്രഡിഷൻ ബോഡീസ് യൂറോപ്പിലുണ്ടോ US-ലുണ്ടോ എവിടുന്ന് നിങ്ങൾക്ക് ഇത് കിട്ടിയിരിക്കണം. എടുത്തേ കഴിഞ്ഞാൽ അത് എനിക്ക് സംഘടിപ്പിക്കാൻ പറ്റുമെന്ന്. ഓക്കെ, ഇന്ത്യൻ അക്രഡിഷൻ ബോഡീസ് അംഗീകരിക്കും അദ്ദേഹം പറഞ്ഞതുകൊണ്ട്. അപ്പോൾ അദ്ദേഹം എടുത്തേക്ക് എന്നോട് പറഞ്ഞ്
Latif, as a performance marketer and growth marketing person, I want to know what is the inroad, how can I make into the market. സാധാരണ ഒരു പെർഫോമൻസ് മാർക്കറ്റർ എന്താ ചെയ്യുക? ഇയാൾ പോയിട്ട് ഗൂഗിളിൽ കീവേഡും കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റേല് പോയിട്ട് ഏതൊക്കെ ഇതാണോ ശരിക്കും ചെയ്യേണ്ടത്. ഞാൻ അതിന് വേറൊരു വഴിയെടുത്തു. ഞാൻ എല്ലാ ക്ലാസ്സുകളിലും എൻ്റെ പറയുന്ന ഒരു സിസ്റ്റമാണ് റിവ്യൂ മൈനിങ്. റിവ്യൂ മൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ APIs ക്രിയേറ്റ് ചെയ്ത് ക്ലൗഡിൽ. ഓക്കെ, cloud.ai എന്ന് പറയുന്ന സാധനത്തിന് ഞാൻ APIs ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ലോകത്തുള്ള എല്ലാവിധ റെഡിറ്റും കോറ പോലത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് കണ്ടന്റ് ട്രാക്ക് ചെയ്തു. മനസ്സിലായ? കണ്ടന്റ് കംപ്ലീറ്റ് ഞാൻ പുൾ ചെയ്തു. കണ്ടന്റ് ഫുള്ള് പുൾ ചെയ്തിട്ട് ഞാൻ അതൊരു മോഡലാക്കി മാറ്റി. ആ മോഡലിനെ ഞാൻ കൊണ്ടുപോയിട്ട് ക്ലൗഡിലേക്ക് കണക്ട് ചെയ്തു. ക്ലൗഡിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം സെന്റിമെന്റൽ അനാലിസിസ് ഞാൻ നടത്തി. സെന്റിമെന്റൽ അനാലിസിസ് ഞാൻ നടത്തിയ സമയത്ത് എവിടെയൊക്കെയാണ് പെയിൻ പോയിന്റ് മാർക്കറ്റിൽ നിന്ന് കൃത്യമായി പഠിച്ചു, യൂസർക്ക് എന്താ വേണ്ടിയെന്ന് പഠിച്ചു. അതിൽ 2-3 സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ പറയാം. ഹസൻ്റെ അഭിപ്രായത്തിൽ ഫ്ലിപ്കാർട്ടിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന പ്രൊഡക്റ്റ് കോസ്മെറ്റിക്സിൽ എന്താ? ലിപ്സ്റ്റിക്. 62% ആൾക്കാരും മേടിക്കുന്ന ലിപ്സ്റ്റിക്കാണ്. പക്ഷെ അവിടെ ഞാനൊരു വേറെ ലേണിങ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ ലേണിങ്സ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് 62% ആൾക്കാരും ലിപ്സ്റ്റിക്ക് മേടിക്കുന്ന ഒരു ബ്രാൻഡ് നോക്കില്ല. അതിന് പകരം എന്താ നോക്കുകയെന്നറിയാം? ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് എന്താണ്? ഇൻഗ്രീഡിയൻ്റ് ആണോ? ഇദ്ദേഹം പറഞ്ഞത് ഇപ്പം എൻ്റെ അടുത്ത് വന്ന് കൺസൾട്ടിങ്ങിന് ചോദിച്ച ആളെന്താ പറഞ്ഞത്? ഇൻഗ്രീഡിയൻ്റ് ആണോ? ഇൻഗ്രീഡിയൻ്റ് ആണോ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി? അദ്ദേഹത്തിന് ബ്രാൻഡില്ല അല്ലേ? ഞാൻ നേരെ ഫോർമുലേഷൻസ് ഉണ്ടാക്കാൻ പറഞ്ഞു. ഏതൊക്കെ ഇൻഗ്രീഡിയൻറ്റ് ആണ് ഇന്ത്യയിൽ ഫോർമുലേഷൻ വൈസ് കൃത്യമായിട്ട് പെനിട്രേറ്റ് ആവാത്തത്, ഏത് ഡെമോഗ്രാഫിക്സിലാണെന്ന് കൃത്യമായിട്ട് പഠിച്ചു. ആ പ്രൊഡക്റ്റ് ഇറക്കി. സക്സസ്. ഏകദേശം ഒരു 100 to 350 ബോട്ടിൽ പെർ മന്ത് ഇപ്പോൾ വിൽക്കാൻ കഴിയുന്നുണ്ട്. ഇത് കോമൺ ആണെങ്കിലും കഴിയില്ല. അപ്പോൾ ഗ്രോത്ത് മാർക്കറ്റർ അല്ലെങ്കിൽ GTM എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്ക് ഈസ് എ പേഴ്സൺ ഹു അണ്ടർസ്റ്റാൻഡ്സ് ദ വീക്ക്നെസ് വെർ ഇസ് ടു ഡിസ്റപ്റ്റ് ദാറ്റ് മാർക്കറ്റ്. ആൾക്ക് മാർക്കറ്റിൻ്റെ ഉള്ളിൽ ശരിക്കും ആൾ പോയി നോക്കി എവിടെ ഞാൻ അത് കൊണ്ടുപോയി വെച്ചു കൊടുക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതും ഒരു പെർഫോമൻസ് മാർക്കറ്ററിൻ്റെ തൊഴിൽ തന്നെയാണത്. കാരണം എന്തുകൊണ്ടാണ് പെർഫോമൻസ് മാർക്കറ്റിൻ്റെ തൊഴിൽ എന്ന് പറഞ്ഞത്? ഇഫ് ഹി അണ്ടർസ്റ്റാൻഡ്സ് വാട്ട് ഈസ് ഹിസ് പ്രോഡക്റ്റ്, ഹി അണ്ടർസ്റ്റാൻഡ്സ് വെയർ ഇസ് ദ മാർക്കറ്റ് ലീവേ, ഹി ക്യാൻ ഡയറക്ട്ലി പുൾ ദാറ്റ് ഇൻ ടു ദാറ്റ് മാർക്കറ്റ് ത്രൂ ആഡ്സ്. അപ്പോൾ ആഡ്സ് മാത്രമാണോ പെർഫോമൻസ് മാർക്കറ്റിംഗ്? ഒബ്വിയസ്ലി നോ. ഓർഗാനിക് ട്രാഫിക് വേണ്ടേ? തീർച്ചയായിട്ടും വേണം. GVMന്റെ റാങ്കിങ് വരെ പെർഫോമൻസ് മാർക്കറ്റിങ്ങിന്റെ മെട്രിക്കാണ്. ആഡ് ചെയ്യണോ മാത്രമല്ല, ഫേസ്ബുക്കും ഗൂഗിളും അല്ലെങ്കിൽ ഈ പറയുന്ന പിന്നെ ബാക്കിയുള്ള പ്ലാറ്റ്ഫോംസിൽ ആഡ് ചെയ്യണോ മാത്രമല്ല ആളെന്ന് വെച്ചാൽ ഈസ് എ പേഴ്സൺ ഹു അണ്ടർസ്റ്റാൻഡ്സ് ദ എക്കോസിസ്റ്റം വെരി വെൽ. ദാറ്റ് ഹൗ ഷുഡ് ഐ ടോക്ക്? ഞാൻ എങ്ങനെ ഇയാളോട് സംസാരിക്കണം? ഇയാളോട് പറഞ്ഞത് ആരാ? കസ്റ്റമർ. അപ്പോൾ ആ GTM എന്ന് പറയുന്ന ടാക്ടിക്ക് ശരിക്കും പറയണമെങ്കിൽ അയാൾക്ക് ഇൻട്രോഡ് അറിഞ്ഞേ പറ്റൂ. He should understand that how should I talk to that person, and he should understand that where are the areas where by which I can scan and go inside. Okay. നമ്മളിപ്പോൾ ഹാക്കിങ്ങിൻ്റെ ഇതിലൊക്കെ പറയുന്നത് വൾണറബിലിറ്റി അസസ്മെന്റ് ചെക്ക് എന്നൊക്കെ പറയും. അതുപോലത്തെ ഒരു പണിയാണ്. നമുക്കിപ്പോൾ ഈ കുക്കിലെസ് വേൾഡ് ഫ്യൂച്ചറിൽ വരാൻ പോവുകയാണ്. അപ്പോൾ ഈ പെർഫോമൻസ് മാർക്കറ്റർ എങ്ങനെയായിരിക്കും ഒന്ന് ഇവോൾവ് ചെയ്തെടുക്കേണ്ടത്? ദാറ്റ്സ് എ ബ്ലഡി ക്വസ്റ്റ്യൻ. അത് കുക്കിലെസ് വേൾഡ് ഇപ്പോൾ യുക്രൈൻ, ഇറാൻ, റഷ്യയുടെ സ്കർമിഷുകളും അതുപോലെ തന്നെ പല പല ഇഷ്യൂസും കാരണം ഈ പറയുന്ന എക്കോസിസ്റ്റത്തിന് ഡിസ്റപ്ഷൻസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അത് വരാത്തത്. പ്രൈവസി കൺസേൺസ് എല്ലായിടത്തും ഉണ്ട്. കുക്കിലെസ് വേൾഡ് വന്നു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് പരിമിതമായ അറിവേ അതിലുള്ളൂ. കാരണം എന്താ വെച്ചാൽ ആ ഇൻഡസ്ട്രി ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ഫസ്റ്റ് പാർട്ടി ഡാറ്റ വിൽ ബി ആൻസർ. എന്നെ സംബന്ധിച്ചിടത്തോളം എവ്രി കമ്പനി വിൽ ബി എ CDP. ഇപ്പോൾ അസൻ്റെ കമ്പനി വിൽ ബി എ CDP, എൻ്റെ കമ്പനി വിൽ ബി എ CDP. ഓക്കെ, ക്രോസ് CDP കൊളാബറേഷൻസ് ത്രൂ CRM ആയിരിക്കും ഇനി. എന്നിട്ട് ആ ഡേറ്റ നമ്മൾ കൊണ്ടുപോയിട്ട് പ്ലാറ്റ്ഫോംസിലേക്ക് പ്ലഗ് ചെയ്തിട്ട് ഗിവിംഗ് ദ പ്രോപ്പർ സിഗ്നൽ ടു ദ പ്ലാറ്റ്ഫോം, where that platform will be thinking very rigorously through AI models, through the patterns. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് 20 കൊല്ലം 10, 15, 20 കൊല്ലത്തെ ഡേറ്റ വരെ എടുത്തിട്ടുണ്ടല്ലോ. അത് വെച്ചിട്ടായിരിക്കും കറക്റ്റ് പൊസിഷൻ ചെയ്യുക. അപ്പം നമ്മളെല്ലാവരും ഇനി ഫസ്റ്റ് പാർട്ടി ഡേറ്റ, അതും അവിടെ ഒരു പ്രശ്നമുണ്ട്.
സപ്പോസ് നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടെന്ന് വിചാരിക്കുക, അതിൽ 40% ബോട്ട് ഫോളോവേഴ്സാണ്, ബോട്ട് ഫോളോവറാണ്. ഒരു 30% ഈ പറഞ്ഞ ബംഗാളിയും സുഡാനിയായിട്ടുള്ള പിന്നെ നേപ്പാളിയൊക്കെ ഫോളോവറുകൾ. ഓക്കെ, അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ടാർഗറ്റിംഗ് വഴിയോ സിഗ്നലിംഗ് വഴിയോ നമുക്ക് വന്ന റോങ് ലീഡ്സും അങ്ങനെയുള്ള പല രീതിയിലുള്ള, കാരണം എന്താ വെച്ചാൽ നമ്മളെ കണ്ടന്റ് അങ്ങനത്തെ ചിലപ്പോൾ ആ കണ്ടന്റിന്റെ മുകളിലുള്ള അഫിനിറ്റി കൊണ്ട് മാത്രം വന്ന ഫോളോവേഴ്സ് ആയിരിക്കാം. അവിടെ എങ്ങനെ ക്ലിയർ ഫസ്റ്റ് പാർട്ടി ഡാറ്റ നമുക്ക് കിട്ടുക? അപ്പൊ ഇനി അടുത്ത നിങ്ങൾ ചോദിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, പ്രോപ്പർ സിഗ്നലിംഗ് കിട്ടുന്ന ഫസ്റ്റ് പാർട്ടി ഡേറ്റ ഉള്ള പേജുകൾക്കായിരിക്കും കുക്കിലെസ് വേൾഡിനെ സംബന്ധിച്ചിടത്തോളം ദേ ക്യാൻ സ്കെയിൽ വെരി ഫാസ്റ്റ്. പ്രോപ്പർ കോണ്ടന്റ് സ്ട്രാറ്റജി തന്നെ നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ടി ഒരു സംശയമില്ല, ആ വാക്കിൽ ഒരു സംശയമില്ല. ഓർഗാനിക് ജെനുവിൻ, യെസ്. ഇപ്പോഴും ചോദിക്കുന്ന ആൾക്കാരുണ്ട്, ഞാൻ എനിക്ക് ബോട്ട് ഫോളോവർ വേണം, എനിക്ക് ബോട്ട് കമന്റ്സ് വേണം എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ അത് എന്താണെന്നുള്ളത് എനിക്ക് ഇപ്പോഴും അതിന്റെ ലോജിക്ക് മനസ്സിലായില്ല. മിഞ്ഞാന്ന് വരെ ഒരുത്തൻ ചോദിച്ചു. അതേപോലെ തന്നെ ഇപ്പൊ വേറൊരു കോമഡി നടക്കുന്നുണ്ട് മാർക്കറ്റിൽ. ഈ സൗത്ത് ഇന്ത്യൻ മാത്രം ജെനുവിൻ ആയിട്ടുള്ള ബോട്ടുകൾ കൊടുക്കാൻ പറ്റും. രമേശ്, സുരേഷ്, പിന്നെ മുഹമ്മദ്, അഹമ്മദ്, ഡേവിഡ്, ഇത് എവിടുന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്? ഇതിന്റെ ബിസിനസ് ആണെന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ ഉപയോഗം എന്താണെന്ന് എനിക്ക് മനസ്സിലാവത്തുള്ളൂ. അത് വളരെ സിമ്പിളാണ്. എടോ, എനിക്ക് 10,000 ഫോളോവർ ഉണ്ട്, എനിക്ക് 20,000 ഫോളോവർ ഉണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് എ ബോസ്റ്റിംഗ് യുവർ ഈഗോ. You're telling other person that I am something. പക്ഷെ in reality does it equates to sales? No. സെയിൽസിലേക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മാർക്കറ്റിംഗ് മെട്രിക്സിന് എന്താ കാര്യമുള്ളത്? If it's not converting to the sales metrics, if it's not actually communicating to the audience that you please come and buy my product or at least have an affinity to my product, ഇത് കിട്ടാത്തത് എന്താ കാര്യം? എനിക്കിപ്പോഴത് എനിക്ക് മനസ്സിലായി. എനിക്ക് തോന്നുന്നത്, എൻ്റെ പരിമിതമായ ചിന്താഗതിയിൽ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡായിരിക്കാം. അതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞൊരു പോയിന്റ് ക്ലിയർ ആണ്. കണ്ടന്റ് മാർക്കറ്റിംഗ് വിൽ ബി ദ ഫ്യൂച്ചർ അപ് ടു 2 to 3 years. ഞാൻ അവിടെയും പേടിയിലാണ്. കാരണം ഇപ്പോഴത്തെ AI മോഡൽസിൻ്റെ റൈസനിങ് അപ്പല്ലേ, ഇപ്പോഴത്തെ AI മോഡൽസിൻ്റെ. ഇപ്പം നമ്മളിപ്പോൾ പറയാം ഗൂഗിളിൻ്റെ VO3, ക്ലിങ്ങിൻ്റെ 2.1, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മോഡൽസ് വന്നു. ഹിഗ്സ് ഫീൽഡ് AI, അതുപോലെ തന്നെ ഹേജൻ, അതുപോലത്തെ ഒരുപാട് മോഡൽസ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എ ടൈം വിൽ കം വിത്തിൻ 2 to 3 years where content also will be calibrated by the platform. അപ്പോഴും ഒരു ഓർഗാനിക് കോണ്ടന്റ് സ്റ്റിൽ മാർക്കറ്റ് അത് മാത്രമായിരിക്കും എനിക്ക് തോന്നുന്നത്. അപ്പൊ അവിടെയും നമുക്ക് തലവേദന വരാൻ പോകുന്നുണ്ട്. നമ്മൾ ഇപ്പോഴും നമ്മളാ പുതിയ ഓൾഡ് സ്കൂള് വെച്ച് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെയും നമുക്ക് തലവേദന വരാൻ പോകുന്നുണ്ട്. അത് മനസ്സിലാക്കിയേ പറ്റും. പക്ഷെ അതുവരെ നിങ്ങൾ പറയുന്ന കാര്യം വളരെ കൃത്യമാണ്. ദാറ്റ് കണ്ടന്റ് മാർക്കറ്റിംഗ് വിൽ ബി ദ യുവർ സ്ട്രോങ് പില്ലർ. നിങ്ങളുടെ സ്ട്രോങ് പില്ലർ എന്താ വെച്ചാൽ ഇസ് കണ്ടന്റ് മാർക്കറ്റിംഗ്. നിങ്ങൾ സംസാരിക്കുന്നതാണ്. ആ സംസാരിക്കുന്നത് മാത്രമായിക്കോടെ കൺവേർട്ട് ചെയ്ത് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. റെസ്റ്റ് ഓഫ് ദ തിങ്സ് ആൽഗോരിതം വിൽ ഡു. 52,000 ടച്ച് പോയിന്റ് പഠിക്കുന്നുണ്ടല്ലേ. ഇപ്പൊ നമ്മുടെ തന്നെ കോമൺ ഫ്രണ്ട് ആയിട്ടുള്ള ഷെബിൻ ഈസ് വർക്കിംഗ് ഫോർ ഗ്രൂപ്പ്. അവിടെ ഈ ഇപ്പം നമ്മൾ ഹുക്ക് റേറ്റ്, ഹോൾഡ് റേറ്റ്, തം സ്റ്റോപ്പ് റേഷ്യോ പോലത്തെ പല മെട്രിക്കുകൾ എടുക്കാറുണ്ടല്ലേ. നമ്മുടെ വാല്യുവേഷൻസ് ഒന്നല്ല അവിടെ ഉള്ളത്. അവിടെ ഇല്ല. അവിടെ എന്താ സംഭവിച്ചാൽ അവിടെ നമ്മൾ 2 സെക്കൻഡിൻ്റെ വാല്യുവേഷൻ കിട്ടുന്നത്, കാൽക്കുലേഷൻ കിട്ടുന്നതിന് പകരം അവിടെ കിട്ടുന്നത് എങ്ങനെ വ്യത്യാസമാണ്. നമ്മളിപ്പോൾ റീച്ച് അവയർനെസ്സിനെ കുറിച്ച് നോക്കിയാൽ എന്തിപ്പോൾ നമ്മൾ സാധാരണക്കാർ മനസ്സിലാക്കിയിരിക്കണേ, റീച്ച് അവയർനെസ്സിന് എന്തിനാ ചെയ്യുന്നത്? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്? എന്തിനാ ചിലർ പറയും എന്തിപ്പോൾ റീച്ച് ക്യാമ്പയിൻ്റെ കാര്യം, വൈ ഷുഡ് ഐ ഡു ദാറ്റ്? എന്തിനാ ഞാനത് ചെയ്യുന്നത്? ബട്ട് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇൻ ഓർഡർ ടു ബൈ ഒരു പെർഫോമൻസ് മാർക്കറ്റർ ആയിട്ടുള്ള ഹസന് ഞാനൊരു ടിപ്പ് തരാം. ഒരു അൺഅവെയർ ആയിട്ടുള്ള കസ്റ്റമർ, ഒരു ഐഡിയ ഇല്ല നമ്മളെ കുറിച്ചിട്ട്. ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ലാത്ത മനുഷ്യൻ, അക്കോർഡിംഗ് ടു സൈക്കോളജി ഹൗ മെനി ടൈംസ് ഐ ഷുഡ് ഷോ ദിസ് പ്രൊഡക്റ്റ് ആസ് an ad to make a person think at least to that he can buy this product. എത്ര പ്രാവശ്യം കാണിക്കേണ്ടി വരും? ഓവർ ടൈം കാണിക്കുമ്പോൾ സാച്ചുറേഷൻ അതൊക്കെ നമുക്ക് സംസാരിക്കാം. അതൊക്കെ നമ്മളിപ്പോൾ സംസാരിക്കും. ഓക്കെ, ഇന്നാലും എത്ര പ്രാവശ്യം കാണിക്കേണ്ടി വരും? വീക്കിലി ആണോ? 7 പ്രാവശ്യം. 7 പ്രാവശ്യം. ഓക്കെ, പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഫ്രീക്വൻസി എത്ര പ്രാവശ്യം കാണിക്കണം? ആഡ് ഫറ്റീഗ് എത്ര പ്രാവശ്യം വരും?
കാരണം ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഓർമ്മയുണ്ട്, അൺഅവെയർ ആയിട്ടുള്ള പേഴ്സൻ്റെ ഡെമോഗ്രാഫി അവെയർ ആയിട്ടുള്ള പേഴ്സന്റെ ഡെമോഗ്രാഫി കുറഞ്ഞതുകൊണ്ട് അവിടുന്ന് അൺഅവെയർ ആയിട്ടുള്ള മനുഷ്യനെ അവെയറിന്റെ സ്റ്റേജിലേക്ക് എത്തിച്ചാൽ മാത്രമേ ഈ സാധനത്തിന് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. പോയിന്റ് കിട്ടിയ മനസ്സിലായി. അവെയർ ആയിട്ടുള്ള സ്റ്റേജിലുള്ള ആൾക്കാർ വളരെ കുറവാണ്. ആ കുറവായിട്ടുള്ള സ്ഥലത്ത് നിന്ന് അൺഅവെയറിന്റെ ആൾക്കാരിൽ നിന്ന് കുറച്ച് ആൾക്കാർ പൊന്നുമോനെ എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കണമെന്ന് പറയണമെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് ഡെമോഗ്രാഫി വിൽ സ്കെയിൽ. ഇവിടെ നീ പറഞ്ഞ ശരിയാണ്, ഫ്രാഗ്മെന്റേഷൻ സംഭവിക്കാം, അതേപോലെ ഫ്രീക്വൻസീസ് വരാം. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഐ സേ ദാറ്റ് അവയർനെസ് ഇസ് ദ ബെസ്റ്റ് പ്ലേസ് വെയർ യു ക്യാൻ സേ ദാറ്റ് യുവർ പ്രോഡക്റ്റ് ഈസ് ഗോയിങ് ടു സ്കെയിൽ ഓർ നോട്ട്. അവയർനെസിന്റെ സ്റ്റേജിൽ മനസ്സിലായി. അതായത് പറഞ്ഞിട്ടില്ലേ കോൺട്രവേഴ്ഷ്യൽ ആവും. അവയർനെസിന്റെ സ്റ്റേജിൽ ദാറ്റ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അത് അറിയണമെങ്കിൽ ഒരാൾക്ക് മനസ്സിലാവണ്ടേ, ഞാൻ ഈ സാധനം എത്ര കോമ്പറ്റീറ്റർ ഉണ്ട്, അവൻ എത്ര പ്രാവശ്യം ഈ ആഡ് കാണിക്കുന്നൊരു കാൽക്കുലേഷൻ നമ്മൾ എടുക്കേണ്ടി വരും. അപ്പൊ നമ്മളൊരു സിമ്പിൾ ആയിട്ടൊരു കാര്യം, ഹസൻ നാളെ വർക്ക് വന്നു, ഹസനോട് പറയാണ് ഒരു നല്ല പെർഫോമൻസ് മാർക്കറ്റർ ആണെങ്കിൽ ഞാൻ ചില ഗ്രൂപ്പ് കമ്മ്യൂണിറ്റികളിലൊക്കെ ഉണ്ട്, നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് യൂറോപ്പ് ബേസ്ഡ് കമ്മ്യൂണിറ്റികൾ. അവിടെ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഓക്കെ ഐ ഹാവ് എ പ്രോഡക്റ്റ് വിച്ച് ഇസ് ഇൻ ടു എത്നിക് ഗാർമെന്റ്സ്, പ്ലീസ് ടെൽ മീ the CPC estimated, AOV, okay, CTR, CPM. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരാൾക്ക് കഴിയണം. ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിക്കാം, എല്ലാവർക്കും കഴിഞ്ഞോളന്നില്ലല്ലോ. പക്ഷെ അയാൾക്ക് റെഫറൻസ് പോയിന്റ് വേണം. എന്നിട്ട് അപ്പോ ഇവര് ചോദിക്കുന്ന അടുത്ത ചോദ്യം എന്താണെന്ന്, ശരി ഞാൻ സ്കെയിൽ ചെയ്യുമ്പോൾ മാസത്തിൽ എത്ര വരും, ഞാൻ തുടക്കത്തിൽ ഇത് എത്ര വരും, എനിക്ക് അവിടെ എത്ര റോയൽസ് കിട്ടും. ഇനി ഞാൻ ഹസനോട് വേറൊരു ചോദ്യം ചോദിക്കാം. ചിലവർ പറയുന്ന ഒരു കോമഡിയാണ്, എനിക്ക് 10x റോയൽസ് കിട്ടി, എനിക്ക് 9x റോയൽസ് കിട്ടി, എനിക്ക് 7x കിട്ടി, 17x കിട്ടി, 90x കിട്ടി, പല പല നമ്പറുകൾ അടിക്കുന്നുണ്ട്. ഹസന്റെ അഭിപ്രായത്തിൽ ഒരു നല്ല ആഡ് അക്കൗണ്ടിൽ ഒരു ക്രിയേറ്റീവ് ഒരു നീഷിന് വേണ്ടി നമ്മൾ ക്യാമ്പയിൻ പ്ലാൻ ചെയ്യുമ്പോൾ മെറ്റയിൽ ഇത്രത്തോളം കോമ്പറ്റീറ്റേഴ്സ് ഫിയേഴ്സ്ലി ഫൈറ്റ് ചെയ്യുന്ന ഈ സ്റ്റേജിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ 8 പിടിച്ചു അല്ലേ, ഹസന്റെ അഭിപ്രായത്തിൽ വാട്ട് ഈസ് ഹെൽത്തി റോയൽസ് നോ? അവിടെ എനിക്ക് രണ്ട് ചോദ്യം ഹസനോട് ചോദിക്കാം. വാട്ട് ഈസ് ഹെൽത്തി റോയൽസ് നോ? ദാറ്റ്സ് വൺ ക്വസ്റ്റ്യൻ. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിൽ ബി, ആ ഹെൽത്തി റോയൽസ് ഹസൻ പറഞ്ഞത് ക്യാൻ യു സ്കെയിൽ? ഞാൻ അതിന് ആൻസർ പറയാം, എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. നിങ്ങൾക്ക് ആസ്ട്രോണമിക്കൽ റോയൽസ് കിട്ടുന്ന ഏതെങ്കിലും ഒരു ക്യാമ്പയിൻ ഉണ്ടെന്ന് വിചാരിച്ചു, 99% ആ ക്യാമ്പയിന് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ക്യാമ്പയിന് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് അറിയോ, സീസണാലിറ്റി, ട്രെൻഡ്, യൂസ് കേസ് വച്ചിട്ടും നേരത്തെ ഞാൻ പറഞ്ഞ കോമഡി ഇല്ലേ, എന്താണ് അവെയർ ആയിട്ടൊരു പോപ്പുലേഷൻ ഈസ് സംതിങ് ലുക്കിംഗ് ഫോർ ആൾട്ടർനേറ്റീവ് ടു യുവർ കോമ്പറ്റീറ്റർ. ഇവരെ മുന്നിൽ ചെന്ന് പറയുമ്പോൾ ബൈ luck or by proper strategy or by proper communication, sometimes you may get good ROAS. ഞാൻ ഇപ്പോൾ പറയാ, if you have a ROAS of 2 to 2.5 or 3 രക്ഷപ്പെട്ടു. അപ്പൊ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക്, പ്രശ്നം എന്താ വെച്ചാൽ മറ്റേ മാത്രം ഞങ്ങൾക്ക് ആട്രിബ്യൂട്ടഡ് വാല്യൂ ആയിട്ട് കണക്കൂട്ടാൻ പറ്റില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഉറപ്പാണ് എന്തായാലും ഇത് കേൾക്കണവർക്ക് ഒരു ഗുണം കിട്ടുള്ളൂ. ഞാനൊരു 8 ക്ലയൻറ്റിനെ കിട്ടി. ആ ക്ലയൻറ്റ് സത്യത്തിൽ പറഞ്ഞാൽ കൊമേഴ്സിൻ്റെ ഫീൽഡിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കേരള. ഞാൻ ഇവരുടെ അക്കൗണ്ടൊക്കെ പോയി നോക്കി. ഇവരുടെ അക്കൗണ്ട് പോയി നോക്കിയതിന് ശേഷം ആ അക്കൗണ്ടിൻ്റെ റോയാസ് നോക്കി. റോയാസ് നോക്കിയതിന് ശേഷം ഞാൻ വീട്ടിൽ വന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നി, ഇവർക്ക് ശരിക്കും ഇവർക്ക് കസ്റ്റമർ ഓഡിയൻസ് ഇല്ല. നമ്മൾ ഇനി അതാണ് അടുത്ത ലേണിംഗ്. നിങ്ങൾക്ക് കസ്റ്റം ഓഡിയൻസിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സ്കെയിൽ ചെയ്യാൻ 90% പറ്റില്ല. അപ്പൊ ഇവിടെ എനിക്ക് തോന്നി വേറെ ബുദ്ധി എന്താണെന്ന് അറിയാം, ഇതിലെ കസ്റ്റം ഓഡിയൻസിന് എടുക്കുക, മറ്റേലെ ആ സാധനത്തിന് സീഡ് ലിസ്റ്റ് ആയിട്ട് കൊണ്ടുപോയിട്ട് പെർഫോമൻസ് മാക്സ് ക്യാമ്പയിനിൽ കൊടുക്കുക. റിസൾട്ട് ഭയങ്കര വ്യത്യാസം ഉണ്ടാകും. പോസിറ്റീവ് വോയിസ്. കാരണം എന്താ, അതാ നേരത്തെ നമ്മൾ രണ്ടാളും സംസാരിച്ച മൾട്ടി-എ നിർബന്ധം, MMM നിർബന്ധം. എന്തുകൊണ്ട് നിർബന്ധം? ചിലപ്പോൾ ആട്രിബ്യൂട്ടഡ് വാല്യൂ ഓഫ് യൂട്യൂബ് കൺവേർഷൻ
അതെ. ശരിക്കും അതിൻ്റെ ഉത്തരവാദി ഫേസ്ബുക്ക് ആവും, ചിലപ്പോൾ അതിൻ്റെ ഉത്തരവാദി സ്നാപ്പ് ആവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ഹസനെ ഞാൻ ഫേസ്ബുക്ക് അറിയാം, ഗൂഗിൾ അറിയാം, ഇയാൾ എങ്ങനെ നമുക്ക് പെർഫോമൻസ് പങ്കെടുക്കാൻ പറ്റും? ഒരു യൂസറിന്റെ ജേണി പഠിക്കുക പറ്റില്ലേ? അനലിറ്റിക്സ് എന്ന് പറയുന്ന ലോകം എന്താണ്? അനലിറ്റിക്സ് തന്നെ എടുക്കുക. മലയാളത്തിൽ വേറെ അധികം അതിനെ കുറിച്ച് സംസാരിച്ച പോഡ്കാസ്റ്റുകളില്ല, നമുക്ക് തുടങ്ങാം. ഹസന്റെ അഭിപ്രായത്തിൽ സെർവർ സൈഡ് ടാഗിംഗ് ഉണ്ട്, ക്ലയന്റ് സൈഡ് ടാഗിംഗ് ഉണ്ട്. ക്ലയന്റ് സൈഡ് ടാഗിംഗ് തന്നെ ബ്രൗസർ സൈഡ്. ഓക്കെ, ബ്രൗസറിന് വേണ്ടിയിട്ട് നമുക്ക് ഫേസ്ബുക്കിന്റെ പിക്സൽ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഇവന്റ്സ്, ഓക്കെ, കസ്റ്റം ഇവന്റ്സിനെ ചെറുതായ രൂപത്തിൽ നമുക്ക് ഡിസൈൻ ചെയ്യാനും പറ്റും, സമ്മതിച്ച്. സെർവർ ഇതിൽ എത്ര പെർസെൻറ്റേജ് ഡാറ്റ നമുക്ക് ടാഗ് ചെയ്യാൻ പറ്റും? ഓൾമോസ്റ്റ് 30% ഡാറ്റ നമുക്ക് ക്ലയന്റ് സൈഡ് ബ്രൗസറിൽ ടാഗ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെയും നിങ്ങൾ ആഡ് ബ്ലോക്കർ വെച്ചാലോ, ട്രാക്കിംഗ് കോഡിനെ ഓഫ് ആക്കിയാലോ, തലവേദനയല്ലേ? അപ്പം നിങ്ങൾ സെർവർ സൈഡ് ടാഗിങ്ങിനെ പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ക്യാപ്പ് ഇല്ലാത്തൊരു സിറ്റുവേഷനുകൾ വിചാരിച്ചു, എങ്ങനെ ഈ ലേണിംഗ് കിട്ടുക? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു കൊടുക്കുന്നത്. ഇയാൾ ഡാറ്റ ആട്രിബ്യൂഷൻ മോഡലുകളെ കൃത്യമായിട്ട് മനസ്സിലാക്കാത്തൊരു മനുഷ്യനാണെങ്കിൽ ഈ പറയുന്ന സാധനത്തിന് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല, ഉറപ്പാണ്, ഗ്യാരണ്ടി ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നത് ലിങ്ക്ഡിനിൽ ഒരു 55 to 60% റോയാസിന്റെ കഥകൾ ഇവർ പറയുന്നതൊക്കെ ബോർജിലാണ്. ഇതൊക്കെ ബോർജിലാണ്, ഇത് കഥ പറയുകയാണ്. അതായത് ഓക്കെ ഇങ്ങനെയാണ്, പക്ഷെ അതല്ലല്ലോ ശരിക്കും യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇനി ന്യൂ ഏജ് പെർഫോമൻസ് മാർക്കറ്റർ ശരിക്കും ചിന്തിക്കേണ്ടത് എന്താ? ഹി ഷുഡ് ബി എ വെൽ വേഴ്സ്ഡ് പേഴ്സൺ ഇൻ ഡാറ്റ ഡ്രിവൺ മാർക്കറ്റിംഗ്. അതൊക്കെ അറിഞ്ഞേ പറ്റൂ. ഹസൻ അറിയാം, ദുബൈയിലൊക്കെ പഴയ കാലം മുതൽ, അതായത് 2 to 3 years ബാക്ക് മുന്നേ തന്നെ CDPകളെ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു. CDPകളെ ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു അവിടെ. ഇപ്പൊ അതിന്റെ എക്സ്പാൻഡഡ് വേർഷൻസ്. പക്ഷെ CRM CDP പ്ലാറ്റ്ഫോം, ആഡ് സെറ്റ്, ആഡ് ക്യാമ്പയിൻ, ആ ജേർണിനെ കംപ്ലീറ്റ് ലോക്ക്ഡ് ആണ്. ഇവിടെ എത്ര ആൾക്കാർക്ക് CRM ഉണ്ട്? ഇവിടെ സ്റ്റിൽ ഞങ്ങള് ക്ലയൻസിന് CRM എടുക്കാനായിട്ട് പുഷ് ചെയ്തോണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാ അത്ര പോലെ പൈസ ഞങ്ങളെ കൊണ്ട് കൂടുതൽ എക്സ്പെൻഡിച്ചർ? പിന്നെ എങ്ങനെ പറയാ, മറ്റാൾ ചെയ്തിട്ടുണ്ടല്ലോ, ഇയാൾ ചെയ്തിട്ടുണ്ടല്ലോ, ഓക്കെ ചെയ്തിട്ടുണ്ടാവും, കറക്റ്റാണ്. ഞാൻ ഇപ്പൊ നേരത്തെ നിങ്ങൾക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് തന്നല്ലേ, നിങ്ങൾക്ക് 10x 90x 6x എന്നൊക്കെ പറഞ്ഞ വയസ്സ് ഉണ്ടല്ലോ, സ്കെയിൽ ചെയ്യാൻ പറയും. ഇവർക്ക് കസ്റ്റം ഓഡിയൻസിന് എടുക്കാൻ പറ്റില്ലെന്ന്. ഇവര് കസ്റ്റം ഓഡിയൻസിന് ഇവർക്ക് ലേണിങ്സ് സീഡ് ലേണിങ്സ് ഇവർക്ക് കിട്ടില്ല. ഞാനിതൊരു ലോകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു മൊറോക്കോക്കാരനായ ഒരു ഇ-കൊമേഴ്സ് കൺസൾട്ടന്റിന്റെ കൂടെ എനിക്കിത് പഠിക്കാൻ വേണ്ടിയിട്ട് അവന്റെ കൈയും കാലും പിടിച്ച് ഞാൻ ചോദിച്ചു. അപ്പൊ അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് ബോധമില്ലേ, നിനക്കിത് എങ്ങനെ, ഇത് നിന്റെ ലോജിക്കിൽ തന്നെ ചിന്തിച്ചു നോക്കിക്കൂടെ? അൺഅവെയർ ആയിട്ടുള്ള ഓഡിയൻസിന്റെ വാസ്റ്റ് ബേസിൽ നിന്ന് അവെയർ ആയിട്ടുള്ള ഓഡിയൻസിന്റെ ഒരു സിസ്റ്റത്തിനെ കാർവ് ചെയ്ത് നിനക്ക് എടുക്കുന്ന ആ പ്രോസസ്സിനെ നിനക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ നിനക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കസ്റ്റം ഓഡിയൻസിനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് എന്റെ സിഗ്നൽ അല്ലേ? നമ്മളെന്താ പറഞ്ഞത്? മാഷെ, മൈ ഡിയർ മെറ്റ, ലുക്കർബർഗ്, ഇതാണ് എന്റെ സിഗ്നൽ, എന്നെ സഹായിക്കണം. ഓക്കെ, സോ വാട്ട് ദേ വിൽ ഗിവ് യു? ലുക്കലൈക്ക് ഓഡിയൻസിനെ നമുക്ക് തരും അല്ലേ? ലുക്കലൈക്കിൽ ഒരു ഫോർമുല ഉണ്ട്, 1% അപ്പുറം കൂട്ടാൻ പാടില്ല. ഇനി മാക്സിമം പോയാൽ 1.5. ചിലവർ പിടിച്ച് 10 ഇടും. എന്തിനാ ഇപ്പോഴത് മനസ്സിലായിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് എന്താ വെച്ചാൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ സ്ട്രാറ്റജിക്കൽ എക്സിക്യൂഷൻ നമുക്ക് അറിയണമെങ്കിൽ, ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ബിസിനസ്, യു ഡോണ്ട് നോ ഹൗ ടു ഡു റിസർച്ച്. എത്ര ആൾക്കാർക്ക് സിമിലർ വെബ് എന്നുള്ള ടൂൾ ഇവിടെ അറിയുന്നവരുണ്ടാവും? ഡേറ്റ മാർക്കറ്റേഴ്സ്. മാർക്കറ്റ് റിസർച്ച് ചെയ്യുമ്പോൾ സിമിലർ വെബ് നിർബന്ധമായിട്ട് യൂസ് ചെയ്യേണ്ട സംഭവം. എത്ര ആൾക്കാർക്ക് മീറ്റ് ഗ്ലിംസ് എന്ന ടൂൾ അറിയുന്നുണ്ടാവും, വിച്ച് ഇസ് ബ്ലെൻഡഡ് വിത്ത് ഗൂഗിൾ ട്രെൻഡ്സ്. ഇങ്ങനെയല്ലേ ഇത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത്? ഐ ഷുഡ് അണ്ടർസ്റ്റാൻഡ് അല്ലേ? ഇപ്പം നാളെ യൂറോപ്പ് ഒരു ഹിന്ദി नॉर्थ इंडियन बेस्ड और ई-कॉमर्स है, प्रोडक्ट बेचने के लिए बहुत तरीका है, लेकिन इसमें कुछ टूल्स का मदद चाहिए. പുള്ളി പറഞ്ഞതാണ് ടൂൾ വേണം. പുള്ളി ഹീലിയം 10 ഉണ്ട്, ജംഗിൾ സ്കൗട്ട് ഉണ്ട്, ഇങ്ങനെ കുറേ ടൂൾസ് പറഞ്ഞു. അതൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്തോ, നിനക്ക് ഡാറ്റ കിട്ടും. യു കൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ ഷുഡ് പ്ലേ ഹിയർ. ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ട് അത് പ്ലഗ് ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ള മനസ്സിലാവണ്ടേ?
അതെ, അത് വേണം. നമ്മളിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പുകൾ സ്കെയിലപ്പ് ചെയ്ത് ഒരു മിഡ് ലെവലിലൊക്കെ എത്തി. അപ്പോൾ നമുക്ക് നല്ല ചോദ്യം. സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും D360 പ്രോഗ്രമാറ്റിക് അഡ്വർടൈസിങ് ഒറാക്കിൾ. അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ, അവിടെ നല്ല ചോദ്യം എന്ന് പറഞ്ഞേ. ഓക്കെ, നമുക്ക് ഒരു ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എസ്റ്റാബ്ലിഷ്മെന്റ് റൺവേ നിനക്ക് കിട്ടി. ഉദാഹരണം, ആഡ്സോമിയ എന്ന് പറഞ്ഞ നിന്റെ ടീഷർട്ടിന്റെ മുകളിലെ സ്ഥാപനത്തിന് ഒരു ഓൾമോസ്റ്റ് 10,000 to 1 million, അല്ല സോറി, ഒരു 100K ആൾക്കാർക്ക് കേരളത്തിൽ അറിയാം. ഓക്കെ, മീൻസ് 14 ഡിസ്ട്രിക്റ്റിലെ 87 റവന്യൂ പോയിന്റുകളിലെ 100,000 ആൾക്കാർക്ക് അതിനെ കുറിച്ച് അറിയാം. ഓക്കെ, യു ഗോട്ട് എ ഫണ്ട്. ഓക്കെ, നിനക്കൊരു ഫണ്ട് കിട്ടി. And you are using that fund for scaling up the process. Okay. What scaling up the process? You are using that fund to scale up the process എന്ന് വെച്ചാൽ 60% of that scale up process is to create mass awareness about your product. എന്താ ഞാൻ പറഞ്ഞത്? മാസ് അവയർനെസ്. എടാ മക്കളെ, ആഡ്സോമിയ എന്നിട്ട് എല്ലായിടത്തും ഇത് അറിയിക്കണം. ഓക്കെ, your objective is to create mass awareness about this product. Their programmatic platforms help you. ഓക്കെ, നമ്മൾ 360 ക്യാമ്പയിന്റെ ഭാഗമായിട്ട് 360 എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ഫേമസ് DSP ആണ്. അതെ, ഓക്കെ, ഡിമാൻഡ് സൈഡ് പ്ലാറ്റ്ഫോം ആണ്. SSP ഉണ്ട്. പിന്നെ അതിന്റെ നടുവിൽ വേറെ തന്നെ ആർബിട്രാജ് ഉണ്ട്. അതെന്താ വെച്ചാൽ സംഭവിച്ചത് രണ്ടിനും കൂടി ഇന്റഗ്രേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ആർബിട്രാജിന് വേറെയും പല പേരുകളൊക്കെ പറയും. ആഡ് എക്സ്ചേഞ്ച് എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ പ്രോഗ്രാമാറ്റിക് ഒരുത്തിന് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഹസനെ ഇവന്റെ ബ്രാൻഡിനെ മാസ് അവയർനെസ്സിലേക്ക് ക്രിയേറ്റ് ചെയ്യുക. മനുഷ്യന്മാരുടെ മനസ്സിൽ നിന്ന് ഇതിന്റെ റീകോള് ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി തടയുക. എങ്ങനെ? ഓക്കെ, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ എയർപോർട്ടിൽ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങും. ദുബായ് എയർപോർട്ടിൽ നിന്ന് തിരുവനന്തപുരം എയർപോർട്ടിന് T2 വന്ന് നമ്മൾ ഇറങ്ങും. നമുക്ക് അവിടെ DOH പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഡിസ്പ്ലേസ് ഉണ്ട്. നമ്മളവിടെ ഇറങ്ങുന്ന സമയത്ത് പിന്നെ കിംസ് ഹോസ്പിറ്റലിന്റെ പേരിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഓക്കെ ടാറ്റയുടെ ഒരു പഞ്ച് കാറിനെ കുറിച്ചിട്ടോ കാണുമ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ നടക്കുക, റീകോൾ നടക്കില്ലേ? അതെ, ഇതാണ് ശരിക്കും പ്രോഗ്രാമാറ്റിക്കിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. DOHലൊക്കെ സ്റ്റിൽ ഇപ്പോഴും ദുബായിലൊക്കെ നമ്മൾ എത്ര പേര് നോക്കി, എത്ര പേര് കണ്ടു എന്നുള്ള ട്രാക്കിംഗ് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോ ഇന്നാള് എൻ്റെ ഒരു ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ ഹു ഈസ് ഓൾസോ എ പെർഫോമൻസ് ആൻഡ് ഡേറ്റ ഡ്രിവൺ മാർക്കറ്റിംഗ്, ഷംസ് ബോൺസായി, അദ്ദേഹത്തിന് ഏറ്റവും ഇറക്കാൻ ഒരു പോഡ്കാസ്റ്റിൽ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പൊ കാർഫോർ എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിൽ ദുബായ്, നീ ദുബായിലുണ്ടായിരുന്നല്ലോ അല്ലേ? നീ ദുബായിലുണ്ടായിരുന്ന കാർഫോർ എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിൽ പോയി. അവിടെ പോയ സമയത്ത് ലിപ്റ്റൺ ടീയുടെ അണ്ടറിൽ ഒരു ക്യാമറ ഉണ്ട്, വിച്ച് അണ്ടർസ്റ്റാൻഡ്സ് ഹൂ ഈസ് കമ്മിങ് ഹിയർ, ഹൂ ഈസ് സ്ട്രൈക്കിംഗ് മൈ പ്രോഡക്റ്റ്, ഏത് ബാർകോഡാണ് നോക്കുന്നതൊക്കെ പഠിക്കാനുണ്ട്. വേറെ ചായപ്പൊടിയുടെ എടുത്തും അലക്കോസയോ വേറെ ഏതെങ്കിലും ചായപ്പൊടി എടുത്തുണ്ട്. You looked into these options and you went and took അലക്കോസ. നീ പോയി ക്യാഷ് കൊടുത്ത് പുറത്തിറങ്ങി. ലിപ്റ്റൺ can give you an offer. So because he understands a physical footfall has come there. ഇതെങ്ങനെയാണ് നടക്കുന്നത്? ഡിസ്പ്ലേ ആഡ്സ് വെച്ചിട്ട് നടക്കുന്നത് എങ്ങനെയാണ്? ഡിസ്പ്ലേ ആഡ്സ്. ഇത് ഞാനൊരു ബാംഗ്ലൂർ ബേസ്ഡ് ഒരു പുള്ളിയായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന പുള്ളി ഇങ്ങനെ പറഞ്ഞതാണ്, മാളുകളിൽ ഈ പ്രോഡക്റ്റ് എവിടെ ഷോക്കേസ് ചെയ്യണം എന്നുള്ള രീതിയിൽ വരെ ട്രാക്കിംഗ്, നമ്മുടെ ഇമോഷൻസ് ഉണ്ട്. അതിന് പറഞ്ഞ പേരാണ് ന്യൂറോ മാർക്കറ്റിംഗ്. നമ്മുടെ അടുത്ത പോഡ്കാസ്റ്റിൽ നമുക്കത് പറയാം. അതൊരു വലിയ ലോകമാണ്. അതൊരു മനുഷ്യന്റെ മാനസിക എന്താ പറയണ്ടേ, മനസ്സിന്റെ ലെവലാണ് സംസാരിക്കുന്നത്. ന്യൂറോ മാർക്കറ്റിംഗ്, ആ ഡാറ്റ വെച്ചിട്ടാണ് ആ പ്രോഡക്റ്റ് എവിടെ പ്ലേസ് ചെയ്യുന്നതെന്നാണ് പുള്ളി. ന്യൂറോ മാർക്കറ്റിംഗ് എന്നുള്ളത് നമുക്കങ്ങനെ ഒരു വെറുതെ പറഞ്ഞു പോകാൻ പറ്റിയ ടോപ്പിക് അല്ല. ഇറ്റ്സ് എ വെരി ബിഗ് ടോപ്പിക് ദാറ്റ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ സെന്റിമെന്റ്സ് ഓഫ് കളേഴ്സ്. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ സെന്റിമെന്റ്സ് ഓഫ് ലൈറ്റ് വിച്ച് ഇസ് ഫോളോയിങ് ദാറ്റ് കളേഴ്സ്. മനുഷ്യന്റെ മനസ്സെങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. സോ അവിടെ അങ്ങനത്തെ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പ്രോഗ്രാമാറ്റിക്കിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും നല്ല ഇൻവെന്ററി ഉള്ള, ഏറ്റവും കൂടുതൽ ഇൻവെന്ററി ഉള്ള, നല്ലതെന്നല്ല, ഏറ്റവും കൂടുതൽ ഇൻവെന്ററി ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ശരിക്കും പ്രോഗ്രാമാറ്റിക്. അവിടെ നമ്മൾ അതിന്റെ ഒബ്ജക്റ്റീവ് കണക്കൂട്ടേണ്ടത് എന്താ വെച്ചാൽ മാസ് അവയർനെസ്. നമ്മളിപ്പോൾ ഏത് സ്റ്റേജിൽ നമ്മൾ പ്രോഗ്രാമാറ്റിക്കിലേക്ക് ഓക്കെ, അത് ഞാൻ പറയാൻ പറ്റുള്ളൂ. ഒരു ഇ-കൊമേഴ്സ് കമ്പനി വാണ്ട് ടു സ്കെയിൽ ദെയർ സെയിൽസ് യൂണിറ്റ്. പ്രോഗ്രാമാറ്റിക് എല്ലായിടത്തും ഉപയോഗിച്ചോളുന്നില്ല. പക്ഷേ ഇപ്പം നമുക്ക് സൗദി അറേബ്യയിൽ 2034 ഫുട്ബോൾ കിട്ടി.
അല്ലേ, വേൾഡ് കപ്പ്. അല്ലെങ്കിൽ വേറെ കണ്ട് ഖത്തറിൽ ഇപ്പോൾ ഒരു ബോട്ട് സെയിലിംഗ് ഫെസ്റ്റിവൽ വരാൻ പോകും, ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ വരാൻ പോകും അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഡൽഹിയിൽ ഒരു കാർ എക്സിബിഷൻ വരാൻ പോകും. അപ്പൊ നമുക്ക് മാസ് അവയർനെസ് അവിടെ ക്രിയേറ്റ് ചെയ്യണം. ജനങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ടച്ച് പോയിന്റുകളിലും നമ്മൾ എന്ത് ചെയ്യണം, വി ഷുഡ് മേക്ക് ഹിം അവെയർ ദാറ്റ് യു ഷുഡ് കം ഹിയർ. എന്നാൽ അവിടെയും സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഡേറ്റ ഡ്രിവൺ മോഡലുകൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എത്തുന്നത് that this system ഇത്ര ഇൻവെന്ററി ഇന്നതിനോട് അഫിനിറ്റി ഉള്ളവരുണ്ട് എന്ന് പറയും. പക്ഷെ അവിടെ ഗ്യാരണ്ടി കിട്ടില്ല. ഗ്യാരണ്ടി കിട്ടാത്തതെന്ന് വെച്ചാൽ ഡാറ്റ പഠിച്ചുകൊണ്ടിരിക്കണുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പോർഷിന്റെ പേജിൽ വെറുതെ വിസിറ്റ് ചെയ്താൽ തന്നെ പോർഷിന്റെ ഡിസ്പ്ലേ ആയിട്ട് പലയിടത്തും വരാം. അതൊരു റീമാർക്കറ്റിംഗ് ടെക്നിക്ക് എന്നൊക്കെ ചിലവർ പറയും. റീമാർക്കറ്റിംഗ് കുറച്ചൊക്കെ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ അവിടെയും പ്രോഗ്രാമാറ്റിക്കിന്റെ സഹായം അവർ തേടുന്നുണ്ട്. അങ്ങനെ വരുന്നത് നമ്മളെടുത്ത് കഴിച്ചില്ലെങ്കിലും നമുക്കത് മേടിക്കാനുള്ള കപ്പാസിറ്റി 1, 2, 3 കോടി എടുത്തിട്ട് കപ്പാസിറ്റി ഇല്ലാത്തൊരു സ്റ്റേജിലാണ് ആഡ് കാണുന്ന വെച്ചാൽ അഫിനിറ്റി ഉള്ളവര് എന്നുള്ളത് കണക്കാണ് അവിടെ എടുക്കുന്നത്. പക്ഷേ ഇൻവെന്ററികൾ ഇന്റലിജന്റ് ആവുന്നുണ്ട്, അതും നമ്മൾ കൂട്ടി പറയണം. ഇൻവെന്ററികൾ ഇന്റലിജന്റ് ആവുന്നുണ്ട്, പ്ലാറ്റ്ഫോംസ് ഇന്റലിജന്റ് ആവും. ഞാൻ ഹസൻ ഒരു ഒറ്റ എക്സാമ്പിൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഫിലിപ്പീൻസ് എന്ന് പറഞ്ഞ രാജ്യത്ത് ഹോർലിക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോക്ടർ ആൻഡ് ഗാംബിൾ അല്ല യൂണിലിവർ കമ്പനി, ഇവർ പ്രോഗ്രാമാറ്റിക് വഴി മാത്രമാണ് ഒരു സബ് സെറ്റ് ഓഫ് ഒരു ഡ്രിങ്ക് കൊണ്ടുവന്നപ്പോൾ ഡിസ്പ്ലേ ആഡ്സ് വഴി അവയർനെസ് ഉണ്ടാക്കിയിട്ട് ഷോപ്പിലേക്ക് എത്തിച്ചു. അപ്പോൾ നമ്മളത് എല്ലാം അതിൻ്റെതായ രീതിയിലാണ് എടുക്കേണ്ടത്. പക്ഷേ പ്രോഗ്രാമാറ്റിക് ഒരാൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ഇതുകൊണ്ട് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും അത് കൂടുതൽ ഇൻവെന്ററി ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനമാണ് മലബാർ ഗോൾഡ്. പ്രോഗ്രാമാറ്റിക് യൂസ് ചെയ്യുന്നുണ്ട്. DV360 വഴിയാണ്. ഓക്കെ, വളരെ കാര്യമായിട്ട് കേരളത്തിലും കമ്പനീസ് യൂസ് ചെയ്യാറുണ്ട്. ഇവർ ഉപയോഗിക്കുന്നുണ്ട്. ജോയ് ആലുക്കാസ്, കല്യാൺ ജോയ്. ഞാൻ ചെറിയ രൂപത്തിൽ, പക്ഷെ മലബാർ ഗോൾഡിനെയാണ് ഞാൻ പറയുക, കാരണം ഞാൻ പഠിച്ചിട്ടുണ്ട്. പ്രോപ്പറായിട്ട് പ്രോഗ്രാമാറ്റിക് യൂസ് ചെയ്യുന്നത് DV ആണ്. DV360 വഴിയാണ് മാത്രം. ഓക്കെ, DV360 തന്നെ നല്ല രീതിക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. 1.5 ലക്ഷം 2 ലക്ഷത്തിൻ്റെ അടുത്ത് പൈസ ഉണ്ട്. അതെ ഡെയിലി സ്പെൻഡ്. അതെ മാർക്കറ്റ് ബജറ്റ് കുറവുള്ളതുകൊണ്ടാണ് പലർക്കും അത് പറ്റാത്തത്. പിന്നെ ഈ മാസ് അവയർനെസ് അവർക്ക് ആവശ്യമില്ല. അതെ ഒരു വലിയൊരു പിന്നെ അപ്പോൾ ആ ഒരു ബജറ്റിൻ്റെ കേസ് പറയുമ്പോൾ നമുക്ക് ഈ സ്റ്റാർട്ടപ്പൊക്കെ ആണെങ്കിൽ മാർക്കറ്റിംഗ് ബജറ്റ് കുറവുള്ള സ്റ്റാർട്ടപ്പുകളുണ്ടാകും. അവർക്ക് എങ്ങനെ പ്രോപ്പർലി മാർക്കറ്റിംഗ് സെറ്റ് ചെയ്യാം, ഒരു 360 ക്യാമ്പയിൻ സെറ്റ് ചെയ്യണം? പ്രൊഡക്റ്റ് ഡിസ്റപ്റ്റീവാണ്, ഡിജിറ്റലിലേക്ക് പോകരുതെന്ന് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് സ്റ്റാർട്ടപ്പ് മിഷൻസ്, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, നാസ്കോം ഇതുപോലത്തെ സ്ഥലത്ത് ചെന്നിട്ട് ഇവന്റുകൾക്ക് പങ്കെടുത്തിട്ട് അവിടെ ഒരു ഷൗട്ട് ഔട്ട് ഉണ്ടാക്കണം. ആ കണ്ടന്റ് എടുത്തിട്ട് മാർക്കറ്റ് ചെയ്യാൻ നോക്കിയാൽ മതി. അവിടെ ശരിക്കും പറഞ്ഞാൽ പെർഫോമൻസും അല്ല, പ്രോഗ്രാമാറ്റിക്കും അല്ല, ഡാറ്റ ഡ്രിവണും ഇല്ലാത്ത പുതിയൊരു വാക്ക് ഞാൻ പറയണം, വിച്ച് ഇസ് കോൾഡ് ഡിമാൻഡ് ജനറേഷൻ. ഡിമാൻഡ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന ഓർഗാനിക് ചാനൽ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് വേ. സോ ഓർഗാനിക് ചർച്ചകൾ നടക്കുന്ന ചാനലാണ് ഞാൻ പറയാം, ഡിസ്കഷൻ ചാനൽസ്. ഇപ്പോൾ ഡിസ്കോഡ്, റെഡിറ്റ് പോലത്തെ ഒക്കെ ഉണ്ടല്ലോ. SEO ചെയ്യേണ്ടെന്നല്ല, SEO ഒക്കെ ചെയ്യാം, പക്ഷെ അവിടെ റിസോഴ്സ് നിങ്ങൾ പറഞ്ഞതുപോലെ കുറവാണ്. ഞാൻ ഈ രീതി വഴി അത് ചെയ്യാണ് നല്ലത് എനിക്ക് തോന്നുന്നു. വേറൊരു ഡൗട്ടുള്ള ഈ സ്റ്റാർട്ടപ്പുകളൊക്കെ മാർക്കറ്റിങ്ങിന് എത്ര ബജറ്റ് മാറ്റിയിരിക്കുന്നത്, അവരുടെ ടോട്ടൽ ബജറ്റ് പെർസെൻറ്റേജ് നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റ് ആണ്, 0 to 1000 കസ്റ്റമേഴ്സ് ആയിട്ടുള്ളൂ. Want to scale to 10,000 customers. ഓക്കെ, എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ 50% നീ ഫോക്കസ് ചെയ്യേണ്ടത് SEO എന്നുള്ളതാണ്. സോ കണ്ടന്റ് സിൻഡിക്കേഷൻ വേണം. ഓക്കെ, ഒരു 10,000 കസ്റ്റമേഴ്സൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യു വാണ്ട് മാസ് അവയർനെസ്, യു വാണ്ട് ടു നേരത്തെ നമ്മൾ പറഞ്ഞ പഴയ പോയിന്റ്, അവെയർ ആയിട്ടുള്ള കസ്റ്റമറിൽ നിന്ന് അൺഅവെയർ ആയിട്ടുള്ള കസ്റ്റമറിൽ നിന്ന് അവെയറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ നമുക്ക് ആൻസർ ചെയ്യാം. പക്ഷെ അവിടെയും രണ്ടെണ്ണം ഉണ്ട്, ഇന്റന്റ് ബേസ്ഡ് ട്രാഫിക് ഉണ്ട്, ഇമ്പൾസീവ് ട്രാഫിക് ഉണ്ട്. ഇഫ് യുവർ ട്രാഫിക് ഇസ് ഓൺ ഇ-കൊമേഴ്സ് പോലത്തതാണെങ്കിൽ you don't tell him to think more, so you better focus on meta. But if it is a B2B product, okay, you tell him intent ആയിരിക്കും, so you go to programmatic or data driven other platforms or Google. അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. എല്ലാത്തിനും അപ്പം ബഡ്ജറ്റ് പറയണമെങ്കിൽ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇഫ് സ്കെയിലിംഗ് ആണ്, യു ക്യാൻ സേ ദാറ്റ് ഒരു 40 to 50% യു ക്യാൻ ഫോക്കസ് ഓൺ ആഡ്സ്. ഓക്കെ, പക്ഷേ നിങ്ങൾ 0 to 100, 0 to 1000 കസ്റ്റമേഴ്സ് ഒക്കെ ആണെങ്കിൽ ഞാൻ പറയാം യു ഫസ്റ്റ് ഫോക്കസ് ഓൺ ഓർഗാനിക്. നമുക്ക് പുതിയ പ്രോഡക്റ്റൊക്കെ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമ്പോൾ ഈ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് നല്ല രീതിക്ക് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്.
അത് പ്രോപ്പർലി ഇൻഫ്ലുവൻസർ ക്യാമ്പയിൻ ചെയ്യും, അതിന് റീമാർക്കറ്റ് ചെയ്തിട്ട് ഓഫേഴ്സ് റൺ ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അതിൽ നേരെ അപ്പോയിൻമെൻറ്റ് കാർട്ടാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിലൂടെ ഇമെയിലിലൂടെ ഓഫർ സെൻഡ് ചെയ്യുക ചെയ്യുന്നത്. ഇത് അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് അപ്പോയിൻമെൻറ്റ് കാർട്ടിൽ ഇട്ടിട്ട് ഓഫർ വരാൻ വേണ്ടി കാത്തു നിൽക്കും. അത് ഞാൻ ജെൻസിയിൽ കണ്ടൊരു, അതെ, നമ്മുടെ പഴയ ട്രഡീഷണൽ ഫയർ ആ ഫണലിനെ പൊളിച്ച ആൾക്കാരാ. അവർക്ക് ശരിക്കും പറഞ്ഞാല് വെരി ഓപ്പൺ. അതെ, സാറേ കൊള്ളാന്ന് പറയും, സാറേ മോശമെന്ന് പറയും. അതെ, പിന്നെ അവരവരുടെ പ്രജുഡിസ് ഒന്നും നോക്കലില്ല. അതെ, സോ അത് ശരിയാണ്. ഓക്കെ, പക്ഷെ ഇനി നമ്മളതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട് നോക്കും. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആണ് നമ്മുടെ ടോപ്പിക്. ഇഫ് ദാറ്റ് പ്രൊഡക്റ്റ് ഇസ് ഇമ്പൾസീവ് ബൈ, ശ്രദ്ധിക്കണം. ഇഫ് ദാറ്റ് പ്രൊഡക്റ്റ് ഇസ് ഇമ്പൾസീവ് ബൈ, ഗോ ഫോർ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. ഓക്കെ, ബട്ട് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിൽ ഞാൻ പറയും ഇറ്റ് ഷുഡ് ബി നീഷ് ബേസ്ഡ്. ഓക്കെ, പ്ലസ് UGC ads is the best option. ഇഫ് അതും നമ്മൾ എവിടെയാണ് കൂടുതൽ ഉപയോഗിക്കേണ്ടത്? എൻ്റെ അഭിപ്രായത്തിൽ MOF-ലാണ് അത് ഉപയോഗിക്കേണ്ടത്. ടോപ്പ് ഓഫ് ദ ഫണൽ ഉപയോഗിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. യു ക്രിയേറ്റ് ഓറ ഓർ റോ, അതെന്താ വെച്ചാൽ ബഹളം കാട്ടുന്നത് മാത്രമേ ഉള്ളൂ ഇൻഫ്ലുവൻസർ ടോപ്പ് ഓഫ് ദ ഫണൽ ഉപയോഗിച്ചാൽ. ബിക്കോസ് യു ഡോണ്ട് ഹാവ് പീപ്പിൾ ഹു ഹാവ് ഓൾറെഡി ബോട്ട് ദാറ്റ് പ്രൊഡക്റ്റ്. അങ്ങനത്തെ ആളില്ലല്ലോ. ഇമ്പൾസീവ് ആണെങ്കിൽ ഞാൻ പറഞ്ഞത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിനോട് എനിക്ക് വിയോജിപ്പില്ല. പക്ഷേ ഇൻഡന്റ് ആണെങ്കിൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഞാൻ സമ്മതിക്കില്ല. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ റൈറ്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസറിനെ സെലക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ബ്രാൻഡ്സിന് പണി കിട്ടുന്നുണ്ട്. പണി കിട്ടുന്നില്ല, പണി കിട്ടും. കാരണം എന്താ വെച്ചാൽ ഫുഡ് ബ്ലോഗർ കയറിയിട്ട് എട്ടക്കിനെ കുറിച്ച് പറഞ്ഞു, ഒരു ഫുഡ് ബ്ലോഗർ കയറിയിട്ട് ലോറി സർവീസിനെ കുറിച്ച് പറഞ്ഞു. ഈ പാവം ഫുഡ് ബ്ലോഗർക്ക് എങ്ങനെ ഈ രണ്ട് സർവീസും അറിയാം? തുടക്കത്തിൽ വേറെ കണ്ട് ഒരു ലൈക്കും കമന്റും ഷെയറും കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരോട് വന്നു വരും. അത് പെർസെന്റേജ് ഓഫ് പീപ്പിൾ ഹു ഹാവ് കൺവേർട്ടഡ് ടു സെയിൽസ് വിൽ ബി ലെസ്. അതെ, സീറോ ആയിരിക്കും ചിലപ്പോൾ. ആവാം, അല്ലെങ്കിലോ മിനിമം. അതെ, അല്ലെങ്കിലോ മിനിമം. ഇവ ചാർജ് ചെയ്യുന്നത് വലിയ എമൗണ്ട് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ചിന്തിക്കുന്ന ഇൻഫ്ലുവൻസറിനോട് കുറ്റം പറയാൻ പറ്റില്ല. ഇൻഫ്ലുവൻസർ നോക്കുമ്പോൾ ഇത്ര റീച്ച് പോയിട്ടുണ്ട്, ഇത്ര ലൈക്ക് കിട്ടിയിട്ടുണ്ട്, അവരുടെ മെട്രിക്സ് അതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, അവനക്കൊരു പേഴ്സണൽ ബ്രാൻഡ് ഉണ്ട്. അതെ, അവൻ വിചാരിക്കുന്നത് എന്താണ്, എന്റെ പേഴ്സണൽ ബ്രാൻഡിനെ ഇവർ സെയിൽസ് ആക്കി ഇക്വേറ്റ് ചെയ്യണല്ലേ, എനിക്ക് കാശ് വേണ്ടേ. പക്ഷെ ഇവിടെ അതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പെർഫോമൻസ് മാർക്കറ്റിംഗ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു പോയിന്റ്, that person doesn't know that business. അതെ, how can that equate to the data points where we should connect? അതെ, അതെ, അതെ. ഇപ്പോഴത്തെ ജെൻസി, നമ്മൾ പഴയ ഒരു ഫണലിംഗ് സിസ്റ്റത്തിനെ പൊളിച്ച ആൾക്കാരാണ് ജെൻസി ഓഡിയൻസ്. അപ്പോൾ ജെൻസി മാർക്കറ്റിംഗിൽ ചെയ്യുമ്പോൾ പുതിയ എന്തെങ്കിലും സ്ട്രാറ്റജീസ് ഉണ്ടോ? ട്രസ്റ്റ്, ഓരോ വിശ്വാസത്തിൽ എടുക്കണം. അതെ, ജെൻസി ഒരു ഫണലും കേൾക്കില്ല. ജെൻ ആൽഫ ഇതിലും ഡേഞ്ചറാണ്. അതെ, കാരണം ഞാനൊരു എക്സാമ്പിൾ നിന്റെ അടുത്ത് പറയാം. ഞാനൊരു മൗസ് ആയിട്ട് എൻ്റെ വീട്ടിൽ പോയി. ഓക്കെ, ഒരു ടച്ച് മൗസ്, എന്തോ കാരണത്താൽ ഈ മൗസ് വർക്ക് ചെയ്യുന്നില്ല. എൻ്റെ മകൻ പനി എന്തോ ഉടായിപ്പ് സാധനമായിട്ടാണ് അപ്പോൾ വന്നിട്ടുള്ളത്. സോ ദാറ്റ് ആൻസർ ഇസ് എക്സ്പ്ലിസിറ്റ്. നല്ലതാച്ച അടിപൊളി എന്നും പറയും, അല്ലെങ്കിൽ ഉടായിപ്പ് അവർ പറയും. ആ കണ്ടീഷനിൽ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇഫ് വി ഷുഡ് ഗെറ്റ് ദ ട്രസ്റ്റ് ഓഫ് ദോസ് പീപ്പിൾ, അവരെ വിശ്വാസത്തിൽ എടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല, ഒരു ഫണലും അവിടെ നടക്കില്ല. അപ്പൊ അവിടെ നമുക്ക് വേറെ ഡേറ്റ പോലെ സംസാരിക്കാം. 70% of Gen Z and Gen Alpha in India is looking for reviews in social media platforms and discussion with their peers before buying a product. They don't trust a celebrity endorsement. അത് വിശ്വസിച്ചിട്ടില്ല. അതാണല്ലോ ഇപ്പോൾ പല സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് എന്താ പറയുക, ഇത് അഭിനയം ശരിയായില്ല, മറ്റത് ഇത് എന്തുകൊണ്ടാണ് പറയണത്, നമ്മളത് പേടിച്ചേ പറ്റൂ. സിനിമ മാത്രമൊന്നുമല്ല, എല്ലാ മേഖലകളും നമ്മളത് പേടിച്ചേ പറ്റൂ. നമ്മുടെ ഡെലിവറി മെത്തേഡ് ശരിയായില്ല, അത് അവർ വിശ്വാസത്തിൽ എടുക്കില്ല. ഇപ്പോൾ ഈ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ മാർക്കറ്റ് റിസർച്ച് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്, പുള്ളിക്ക് ഒരു ഐഡിയ ഇല്ല. ഫൗണ്ടർ ഏത് നീഷിൽ ഒരു എട്ടക്ക് അല്ലെങ്കിൽ ഒരു എട്ടക്ക് എടുക്കാം. എട്ടക്ക് ഫൗണ്ടർ മാർക്കറ്റ് റിസർച്ചിനായിട്ട് ഇരിക്കുകയാണ്. പുള്ളിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു 3 ടൂളുകൾ എന്ന് വെച്ചാൽ, ഇപ്പോൾ എട്ടക് ഫൗണ്ടർ ആവുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് മീറ്റ് ദ ക്ലിംസും ഗൂഗിൾ ട്രെൻഡ്സും കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം.
അദ്ദേഹത്തിന് സിമിലർ വെബ് ഉപയോഗിക്കാം, അദ്ദേഹത്തിന് പേഴ്സണ പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ പേഴ്സണ ആണെങ്കിൽ റിസർച്ച് റിപ്പോർട്ടുകൾ നോക്കായിരിക്കും പറ്റുള്ളൂ. US ആണെങ്കിൽ സ്പാർക്ക് ടോർ ഉപയോഗിക്കാൻ പറ്റും. ബേസിക് ഈ 3 ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് നേരെ ക്ലൗഡിനായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഇൻസൈറ്റ് കിട്ടും. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഹസന് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ എപ്പോഴും ഗവൺമെന്റ് തരുന്ന ഡേറ്റ നമ്മൾ ഇതിൻ്റെ കൂടെ പഠിക്കണം. സ്റ്റാറ്റിസ്റ്റിക്കൽ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈ പറയുന്ന ഓപ്പൺ ഡേറ്റകൾ ഒരുപാട് കൊടുക്കുന്നുണ്ട്. അതിന്റെ പുറമെ തന്നെ ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ആണെന്ന് നീ പറഞ്ഞതുകൊണ്ട് സ്റ്റാർട്ടപ്പ് പറയാണ് നീൽസന്റെ ഡേറ്റ് ഉണ്ട്. നീൽസൺ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഡേറ്റ് ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ വേറെ പല മെക്കിൻസി, പിന്നെ നമ്മുടെ മെക്കിൻസിലൂടെ തന്നെ IDC എന്ന് പറയുന്ന കമ്പനി, ഇങ്ങനെ ഓരോ നീഷ് നോക്കണം. പക്ഷെ മീഡിയയുടെ ഡാറ്റ ആണെങ്കിൽ നീൽസന്റെ ഡാറ്റ സൂപ്പറാണ്. ഇനി ഇതിൻ്റെ ഒക്കെ പുറമെ ഇത് പറഞ്ഞ് ശ്രദ്ധിക്കാൻ പറയാം, എനിക്ക് ആ കമ്പനി ഓർമ്മയില്ല, പക്ഷെ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ വെക്കാൻ വേണ്ടി ഞാൻ അയച്ചുതരാം. അങ്ങനെ സ്പെസിഫിക് ഇന്ത്യൻ കമ്പനീസ് ഉണ്ട് ഡാറ്റ പഠിക്കുന്ന. ഞാൻ ചോദിക്കാം, ഇത് വെച്ചപ്പോൾ ഞാൻ പറയണം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഡ്രസ്സ് മേടിക്കുന്ന സ്റ്റേറ്റ് ഏതാണ്? മുംബൈ അല്ലേ, ബാംഗ്ലൂർ, കേരള, ഡൽഹി. ഡൽഹിയിൽ വെറും 12 പിൻകോഡ്. ഇത് പഠിക്കണത് ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അയച്ചിട്ടുണ്ട് നിങ്ങൾക്ക്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കോൾഗേറ്റ് മുതൽ 400 കമ്പനി ഫോർ മാർക്കറ്റ് പെനിട്രേഷൻ അത് ചെയ്യുന്നതാണ്. 12 പിൻകോഡ് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ എന്താ ഹോൾസെയിൽ പർച്ചേസ് ആണോ, എന്താണ് ആക്ച്വലി ആവാനാണ് സാധ്യത. പിന്നെ ഉള്ളിലേക്ക് കടന്ന് പഠിച്ചു ആവാനാണ് സാധ്യത. 12 പിൻകോഡ്. പിന്നെ മുംബൈയിൽ പിൻകോഡ് ഉണ്ട്, സൗത്ത് ഇന്ത്യയിൽ ഒരു പിൻകോഡ് ഇല്ല. സൗത്ത് ഇന്ത്യയിൽ ഒരു പിൻകോഡും ഞാൻ കാണാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത് വെച്ചാൽ അങ്ങനെ ഇനിയിപ്പോ B2B സെഗ്മെന്റ് ആണെന്ന് വിചാരിച്ചു. ഞാൻ ഈ പറയുന്ന ഒരു ടൂളും റെക്കമെൻഡ് ചെയ്യില്ല. ഗവൺമെന്റ് ഡേറ്റാസ് പ്ലസ് ഈ റിസർച്ച് ചെയ്യുന്ന കമ്പനികളുടെ ഡേറ്റാസ് ഉണ്ട്, അതെടുത്ത് പഠിച്ചേ പറ്റും. ഞാൻ പറയുന്നത് ഈ B2Cക്കാണ് കേട്ടോ ഈ ഡേറ്റ, B2Bക്കല്ല. B2Bക്കാണെങ്കിൽ ശരിക്കും റിസർച്ച് ഡാറ്റ തന്നെ നമുക്ക് പഠിച്ചേ പറ്റും. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു പ്രീ സ്കൂളിൻ്റെ ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ആ പഞ്ചായത്തിലെ ബർത്ത് റേറ്റ് ജനറൽ രജിസ്ട്രേഷൻ എത്രയാണെന്ന് മാത്രം അത് മാത്രമേ നോക്കിയുള്ളൂ. അപ്പം അറിയാലോ എത്ര റെഫർ ചെയ്യാൻ പറ്റും, എത്ര കുട്ടികൾ അവിടെ ഉണ്ടാവും. ഞാൻ സംസാരിക്കേണ്ടത് ഇന്ന പേഴ്സണോടാണ്. അപ്പൊ ഞാനിപ്പോ ചിലപ്പോ ക്ലാസ്സിൽ പങ്കെടുക്കും, മക്കളെ ഈ പേഴ്സണെ മനസ്സിലായ സ്ഥിതിക്ക് ഇനിയിപ്പോ ഫേസ്ബുക്കിൽ പോയി ചോദിച്ചാൽ പോരെ ഈ പേഴ്സണാണ് എനിക്ക് വേണ്ടിയതും, ഏത് ഓഡിയൻസിനോട് സംസാരിക്കേണ്ടത് മനസ്സിലായില്ല. 4000 കുട്ടികളാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതെ എത്ര പെർസെന്റേജ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് അപ്പൊ അത് വെച്ചിട്ട് അവർക്ക് പ്രോപ്പർലി പ്ലാൻ ചെയ്യാൻ പറ്റും. അവർക്ക് എത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡേറ്റ് ഉണ്ട്, ഓപ്പൺ ഡേറ്റകളുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വിലപിടിപ്പുള്ള പാല് കഴുതപ്പാലാണ്. ഇന്ത്യയിലെ ഏറ്റവും വിലപിടിപ്പുള്ള പാലാണ് നമ്മുടെ ഈ സൗന്ദര്യവർദ്ധക 100% അത് തന്നെയാണ്. പക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വിലപിടിപ്പുള്ള പാല് കഴുതപ്പാലാണ്. ഏകദേശം 2000 കിലോ ലിറ്ററിന് വില ഉണ്ട്. അത് എനിക്ക് ഫാം നടത്തുന്ന ആൾക്കാരും ഉണ്ടെന്ന് തോന്നുന്നു. നോർത്ത് ഇന്ത്യയിലുണ്ട്. ചൈനക്കാര് പാകിസ്ഥാനിൽ നിന്ന് കഴുതകൾ മേടിച്ചു കൊണ്ടിരുന്നത്ര ഈ കാര്യത്തിന് വേണ്ടിയിട്ട് കഴുതകളെ സെറ്റ് ചെയ്തിരുന്നു. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, യൂസ് കേസ് നമുക്ക് മനസ്സിലാവണ്ടേ, കൃത്യമായിട്ട് യൂസ് കേസ് മനസ്സിലാവണ്ടേ, അതിന് ഡാറ്റ വേണ്ടേ. ഇന്ത്യയിൽ ഓരോ പോയിന്റുകളും നമുക്ക് അങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ടൂൾസ്. പിന്നെ ഹസനോട് എനിക്ക് പറയാനുള്ള ടൂൾസിനെ ഫുള്ള് റിലേ ചെയ്തു, പരിപൂർണമായി റിലേ വെക്കരുത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും ഒരു 5 to 10% കറക്ഷൻ വേണമെന്നുള്ളത് ചിന്തിക്കണം കേട്ടോ. ഈ പറഞ്ഞ ടൂളുകളാണെങ്കിൽ നമുക്ക് ഈ GCC USA UK പോലുള്ള കൺട്രീസിൽ മാർക്കറ്റ് ചെയ്യുമ്പോൾ ആട്രിബ്യൂഷൻ ചാനൽസ് എങ്ങനെ പ്രോപ്പർലി മാനേജ് ചെയ്യും? ഇന്ത്യയിൽ മാനേജ് ചെയ്യുന്ന പോലെ തന്നെ അല്ല. അവിടെ ആട്രിബ്യൂഷൻ ചാനൽസിനെ മാനേജ് ചെയ്യാന്ന് വെച്ചാൽ അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് പറയുക, മൾട്ടി ടച്ച് ആട്രിബ്യൂഷനെ കൃത്യമായിട്ട് കോൺഫിഗർ ചെയ്യണം. മൾട്ടി ടച്ച് ആട്രിബ്യൂഷനെ കോൺഫിഗർ ചെയ്യണം. വെയ്റ്റഡ് മെത്തേഡുകൾ നോക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം CDPs പ്രോപ്പർ കോൺഫിഗർ ചെയ്യണം, CRMs ഇന്റഗ്രേറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞത് ഹസൻ എത്ര ഉള്ളൂ, മൾട്ടി ടച്ച് ആട്രിബ്യൂഷൻ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്ന മനുഷ്യർക്ക് MMM മോഡൽസിനെ ഡിസൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. നമുക്കിനി അടുത്ത പോഡ്കാസ്റ്റിൽ അത് സംസാരിക്കാം. കൃത്യമായിട്ട് കേസ് സ്റ്റഡി വെച്ചിട്ട് MMM മോഡൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും, MT എവിടെ കൊടുക്കണം കൃത്യമായിട്ട് പറയാം.
പക്ഷെ അതൊരു വാസ്റ്റ് ലോകമാണ്. മാർക്കറ്റിംഗ് മീഡിയ മിക്സ് എന്നൊരു അതൊരു വലിയ ലോകമാണത്. അത് അറിയാത്തൊരു മനുഷ്യർക്ക് അയാൾക്കൊരു പെർഫോമൻസ് മാർക്കറ്റർ ആവാനൊന്നും കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ആ അക്കൗണ്ട് സ്കെയിൽ ചെയ്യണമെങ്കിൽ എത്ര ടച്ച് പോയിന്റ്സുകൾ ഉണ്ട്, ആ ടച്ച് പോയിന്റ് എങ്ങനെ ബൈപ്പാസ് ചെയ്യാൻ പറ്റും. നേരത്തെ ഈ പറഞ്ഞ അൺഅവെയർ ഓഡിയൻസിന്റെ ചങ്ക് പൂളിൽ നിന്ന് ഒരു അവെയർ ഓഡിയൻസിന്റെ ചങ്ക് പൂളിനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ ഞാൻ എത്ര എഫേർട്ട് എടുക്കണം എന്ന് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ. കാരണം പല ടച്ച് പോയിന്റുകൾ ഇയാൾക്ക് ഉണ്ടാവില്ലേ. ഫൈനൽ ക്വസ്റ്റ്യൻ, നമുക്ക് കേരള അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റേഴ്സിന് ഒരു ഗ്ലോബൽ മാർക്കറ്റിംഗ് ലെവലിലേക്ക് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ അവർ ഇമ്പ്രൂവ് ചെയ്യണം? അതൊരു ബുദ്ധിമുട്ട് പിടിച്ച ചോദ്യമായിരുന്നു 2020 വരെ. കാരണം അമേരിക്കയിൽ നമുക്ക് ട്രാൻസിഷൻ ചെയ്യണമെങ്കിൽ CRO എക്സ്പേർട്സുകൾ, UI/UX കൺവേർഷൻ എക്സ്പേർട്സുകൾ, ലാൻഡിംഗ് പേജ് ഒപ്റ്റിമൈസേഷൻ പീപ്പിൾ, ഡേറ്റ ഡ്രിവൺ ടെക്നീക്സ് എല്ലാം ഇറ്റ്സ് വാസ്റ്റ് സ്കെയിൽ. ഇന്ത്യ വെച്ച് നോക്കുകയാണെങ്കിൽ വാസ്റ്റ് സ്കെയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് 2020 കൊറോണയ്ക്ക് ശേഷം നമ്മളിപ്പോൾ ഇന്ന് പോഡ്കാസ്റ്റ് സംസാരിച്ച എല്ലാ വിഷയങ്ങളും ഒരുവിധം ഗ്രാഹ്യമുള്ള വ്യക്തിയാണെന്ന് വിചാരിക്കുക. അയാൾക്ക് ഈ മാർക്കറ്റ് ഗ്രാബ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം 2020 വരെ നിങ്ങൾ ഈ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഒന്ന് പതറിയിട്ട് ആൻസർ പറയുള്ളൂ. പക്ഷേ 2025 നടുവിൽ നിൽക്കുന്ന, അതായത് മിഡ് ഓഫ് 2025 നിൽക്കുന്നിടത്ത് എനിക്ക് മനസ്സിലാവുന്നത് നമുക്ക് നമ്മളുടെ ഡേറ്റ സെറ്റ് വളരെ വാലിഡാണ്, വളരെ വേരിയഡാണ്, വളരെയധികം ഡിസ്പാരിറ്റി ഒഴിവായിട്ടുണ്ട്. നമ്മളെ ഡേറ്റ സെറ്റ് ക്ലീനാണ്, നമ്മളെ ഡേറ്റ സെറ്റ് ഫങ്ഷണലാണ്. അതുകൊണ്ട് ഇന്ത്യൻ ഡേറ്റ സെറ്റിൽ കൃത്യമായ അറിവുള്ളൊരു മനുഷ്യന്. പിന്നെ രണ്ടാമത്തെ കാര്യം കൂടി ഉണ്ട്, ഇന്ത്യൻ ഡേറ്റ സെറ്റ് ഓപ്പൺ ആണ്. ചൈനക്കാർ നമ്മളെ കാട്ടി കൂടുതൽ ഡേറ്റ സെറ്റ് ഉള്ളവരാണ്. ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് 12,000 ബില്യൺ കോടിയുടെ കച്ചവടമാണ് നടക്കുന്നത്. പക്ഷേ അതിൽ ഒരു 60% മിഡ് ലെവൽ സ്റ്റാർട്ടപ്പ് മാർക്കറ്റിൽ നിന്നാണ് വരുന്നത്. അതിൽ 40% മാത്രമാണ് പ്രോപ്പർലി മാർക്കറ്റ് ചെയ്യുന്നത്. 40% ഇല്ല സത്യം പറഞ്ഞാൽ. എന്റെ വിശ്വാസത്തിൽ 40% ഉണ്ടാവില്ല. 20 ആണ് ആക്ച്വൽ ഡാറ്റ വരുന്നത്. ബാക്കിയെല്ലാം വേസ്റ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അതിനൊരു മാറ്റം എന്തായാലും കൊണ്ടുപോകണം. ഗൂഗിളിനും ബാക്കിയുള്ളതിനും മാറ്റം വരണമെങ്കിൽ സുഹൃത്തെ ഈ പറയുന്ന കൺസെപ്റ്റുകൾ ഇവിടെ ഉള്ളവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറാണോ? ഇവിടുത്തെ ആഡ് ഏജൻസികൾ ചെന്നിട്ട് പറഞ്ഞു കൊടുക്കുന്ന പോയിന്റ് എന്താണ്? ദാറ്റ് വി ക്യാൻ ഡെലിവർ സംതിങ്. അതെ, ദേ ആർ നോട്ട് ടെല്ലിംഗ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡെലിവർ സംതിങ് വിച്ച് ഈസ് ഓഫ് വാല്യൂ. അവർ പറഞ്ഞത് വി ആർ ഗോയിങ് ടു ഡെലിവർ സംതിങ്. ഇറ്റ് മേ ബി ഓഫ് വാല്യൂ, ഇറ്റ് മേ ബി ഓഫ് നോൺ വാല്യൂ, അല്ലേ? വാല്യൂ കൊടുക്കുന്ന ഏജൻസികൾ ഇവിടെ ഉണ്ട്, ഇല്ലാന്നൊന്നും പറയണില്ല. പക്ഷെ വാല്യൂ കൊടുക്കാത്ത ഏജൻസികളാണ് ഇവിടെ കൂടുതൽ. ബിക്കോസ് ദേ ആർ സാറ്റിസ്ഫൈങ് സം നോൺ KPI മെട്രിക്സ്. ലൈക്സ്, കമന്റ്സ്, ഷെയർസ്, ഓക്കെ, എന്തെങ്കിലും കുറച്ച് ലീഡ്, ഓക്കെ, കോൾഡ് ലീഡ് കിട്ടി, ഓക്കെ, വി ഹാവ് ഗിവൺ അവർ നമ്പർ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ തന്നിട്ടുണ്ട്, ബാക്കി ഞങ്ങൾക്ക് തരാൻ, അത് അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ലോകത്ത് എല്ലായിടത്തും കാണുന്ന മെത്തേഡ് എന്താ പറയുക? ആഡ് പ്ലാറ്റ്ഫോം കറപ്റ്റഡാണ്, ആൽഗോരിതം മിസ്മാച്ചാണ്. എന്നാൽ നമ്മൾ ശരിക്കും ഡാറ്റ സെറ്റ് കൊടുക്കണ്ട, കൊടുത്തിട്ട് മിസ്മാച്ച് സംഭവിക്കാം. ഉദാഹരണം പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. 20% ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ 80% നമ്മളെ ബ്ലെയിം അല്ലേ? അപ്പൊ ഈ പറയുന്ന വേസ്റ്റേജ് ഒഴിവാവണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കുകൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും, ഏജൻസികളിൽ നിന്നും, എക്കോസിസ്റ്റത്തിൽ നിന്നും, കമ്മ്യൂണിറ്റികളിൽ നിന്നും സെൽഫ് ലേണിംഗ് നടത്തണം, ട്രാൻസ്ഫോം ചെയ്യണം. ചെയ്താവും. സത്യം എന്ന് പറഞ്ഞാൽ ഒരു 3 month കൊണ്ട് ഒരിക്കലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിച്ചിറങ്ങാൻ പറ്റില്ല, നടക്കില്ല. ബേസിക്സ് പഠിക്കാം. ബേസിക്സ് പറ്റുമോ? അല്ല, ബേസിക്സ് പറ്റുമോ? ബേസിക്സ് പറ്റും, ഞാൻ കുറ്റം പറയണതല്ല. മൈൻഡ് സെറ്റ് പറ്റും. ഓക്കെ, അത് കറക്റ്റ്. അതിനോട് ഞാൻ യോജിപ്പാണ്. മൈൻഡ് സെറ്റിനോട് എനിക്ക് ബുദ്ധിമുട്ടില്ല. മൈൻഡ് സെറ്റ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, എനിക്ക് സങ്കടം പിടിച്ചൊരു കാര്യം തോന്നല്ല. സങ്കടം പിടിച്ചൊരു കാര്യം, എ സബ്സെറ്റ് ഓഫ് പീപ്പിൾ who knows how to communicate well in our market said that digital marketing is a bloody easy job. അതെ, അത് നമ്മുടെ ഞാൻ ഉൾപ്പെടെയുള്ള മാർക്കറ്റിംഗ് അക്കാഡമി ഫൗണ്ടേഴ്സ് മാർക്കറ്റ് ചെയ്ത് അങ്ങനെ ആക്കി വെച്ചതാണ്. അതിൽ ഞങ്ങൾ ഞാൻ പറഞ്ഞത് സെർട്ടൺ സെറ്റ് ഓഫ് പീപ്പിൾ തന്നെ ഞങ്ങളെ പോലത്തെ അക്കാഡമീസ് അല്ല. അക്കാഡമീസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഇപ്പോൾ ഓക്കെ.
നിന്റെ കൺഫെഷൻ ഒരു കണക്കിന് പറഞ്ഞാൽ ഇറ്റ്സ് എ അക്സെപ്റ്റൻസ് ഓഫ് യുവർ ട്രാൻസിഷൻ. അതെ. നീ മാറാൻ തയ്യാറെന്ന് പറഞ്ഞാൽ അക്സെപ്റ്റൻസ് ആണ്. ദാറ്റ്സ് എ ഗുഡ് തിങ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തെറ്റിനെ ഞാൻ അംഗീകരിക്കണം. എൻ്റെ അടുത്ത് പറ്റിയൊരു അബദ്ധമാണ്. പക്ഷെ ഞാൻ കമ്മ്യൂണിറ്റികളിൽ ചിലപ്പോൾ ആൾക്കാർ നിങ്ങളെന്താ എങ്ങനെ ചെയ്തു നോക്കും ചിലർ ഞാൻ സാറേ എൻ്റെ അടുത്ത് തെറ്റ് പറ്റിയതാണ്, ഞാനത് അക്സെപ്റ്റ് ചെയ്യും. കാരണം ഇവിടെ ഈഗോ ഫൈറ്റ് ചെയ്യണ്ട. ഓക്കെ, പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങളെപ്പോലത്തെ ആൾക്കാരല്ല. A certain set of people who can communicate very well and who can bring masses to their communities have said very clearly that digital marketing is a very easy job. ഈ പാവങ്ങൾക്ക് എന്താ മനസ്സിലാവും? ഇപ്പൊ ഒന്ന് നമ്മളെ ഒരു ഡിസ്കഷനിലൂടെ ആൾക്കാർ കുറച്ച് പേര് വന്നപ്പോൾ എന്താ നിങ്ങളടുത്ത് പറഞ്ഞേ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് 10,000 ആൾ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഒന്നും മനസ്സിലായിട്ടില്ല. ഞങ്ങൾക്ക് ഫാസിനേഷൻ വരുന്നത് ഇപ്പോഴാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ട്രാൻസിഷൻ നടന്ന് കിട്ടിയാണ്. ട്രാൻസിഷൻ നടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ട്രാൻസിഷൻ നടക്കാതിരിക്കുന്നില്ല. ട്രാൻസിഷൻ കൃത്യമായിട്ട് നടക്കും. പക്ഷെ അതിൻ്റെ സമയമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പണ്ടൊക്കെ അതിന് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. നമ്മളൊന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സംസാരിച്ചതുപോലെ പബ്ലിക്കായിട്ട് നമ്മളെ എതിർത്തിരുന്നു ജനങ്ങൾ. നിങ്ങൾ പറയുന്നതിൽ കച്ചറുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് അത് അവസാനിച്ച് അവർ സൗഹൃദത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് നല്ലൊരു കാര്യം വരും. അതെ, ഉറപ്പായിട്ടും മാറ്റം വരും. വരട്ടെ. അതെ, എന്ന് പറഞ്ഞാൽ ഒരു 60 അത്രയും ഫണ്ട് ഇവിടെ നിന്ന് വെറുതെ വേസ്റ്റേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പ്രോപ്പർലി റിസൾട്ടായി തന്നെ ഇന്ത്യയുടെ എക്കോസിസ്റ്റം തന്നെ മാറുമല്ലോ. കാരണം ആഡ് വേസ്റ്റേജ് എന്ന് പറഞ്ഞാൽ $200 ബില്യൺ പ്രോബ്ലം ആണ് ലോകത്ത്. ഓക്കെ, പക്ഷെ അത് ചിലപ്പോൾ ഇന്ത്യ ചിലപ്പോൾ അതിൽ വലിയൊരു പെർസെന്റേജ് ഉണ്ടാവാം. 2x പ്രവാസം മതിയല്ലോ. ആണല്ലോ. അതാണ് ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. 2.5 to 3x അപ്പുറം നമുക്ക് പറയാൻ ഗ്യാരണ്ടി അറിയാൻ പറ്റില്ല. പണ്ട് 10 കോമ്പറ്റീറ്ററുകൾ, ഇന്ന് 100 കോമ്പറ്റീറ്ററുകൾ. ഇവനായിട്ടൊക്കെ കൂടെ ഫൈറ്റ് ചെയ്ത് ജയിക്കണ്ടേ? അതാണല്ലോ ക്യാക്ക് ഷൂട്ട് ചെയ്യണത്. പക്ഷെ ഇത് നമുക്ക് ശരിക്കും കൺവിൻസ് ചെയ്യാൻ പറ്റണോ? പറ്റിയതാണ്. ഒരു 30% അഡ്വേസ്റ്റേജിലോട്ടെങ്കിലും മാറ്റിയാൽ തന്നെ 30% അഡ്വേസ്റ്റിലേക്ക് എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇംപെർസണൈസേഷനും ക്ലിക്ക് ബൈറ്റും കോർപ്പറേറ്റ് എസ്പെനാജും ചതിയൊക്കെ നടക്കുന്നിടത്ത് അവർക്കൊക്കെ എത്തുന്നു എന്നൊക്കെ പറയാൻ പറ്റില്ല. പക്ഷെ 30% എത്തിക്കാൻ പറ്റുന്നുണ്ടാവും. കാരണം അതിനുള്ള ടെക്നോളജികൾ കൺവിൻസ് ചെയ്ത് വരും. പിന്നെ നമ്മുടെ മാർക്കറ്റേഴ്സ് ഒന്ന് ഇവോൾവ് ചെയ്താൽ മതി. ഒന്ന് യൂട്യൂബിൽ തന്നെ ഇഷ്ടം പോലെ പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഹസനെ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഫിസിക്കലി കമ്മ്യൂണിറ്റി പ്രോഗ്രാംസിന് പോകണം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു അഫിലിയേറ്റ് വേൾഡ് കോൺഗ്രസ് അല്ലെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റിങ്ങിന്റെ പല പല കോൺഫറൻസുകൾ നമ്മളെപ്പോലത്തെ ആൾക്കാരൊക്കെ പോയിട്ട് നമ്മളെ എക്സ്പോസ് ചെയ്യണം. ഐ ആം എ ഫൂൾ. ഞാൻ എന്നെ കുറിച്ച് പറയുള്ളൂ. ഐ ആം എ ബ്ലഡി ഫൂൾ, പ്ലീസ് ഹെൽപ്പ് മീ ടു മേക്ക് മീ എൻ ഇന്റലിജന്റ് പേഴ്സൺ. അപ്പം നമുക്ക് ഒരുപാട് ഇൻസൈറ്റ് കിട്ടും. നമ്മൾ ഈഗോ മാറ്റി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നില്ല. നമുക്ക് കുറെ പഠിക്കാൻ പറ്റുന്നു. അങ്ങനെ പഠിക്കാൻ പറ്റുന്നത് നമ്മൾ ഡെലിവർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും. ഇവിടുള്ള യങ്സ്റ്റേഴ്സും ഇവിടുത്തെ ഏജൻസികൾക്കും നമുക്കത് ഡെലിവർ ചെയ്യാൻ സാധിച്ചാൽ ഡെഫിനറ്റ്ലി ദിസ് വിൽ ചേഞ്ച് ആവും. ഞാനിപ്പോൾ ഹോപ്പ്ഫുള്ളാണ്. എനിക്കൊരു സ്കെപ്റ്റിക്കലും പേടിയൊക്കെ ഉണ്ടായിരുന്ന ഒരു ഒക്ടോബർ 2024 സെപ്റ്റംബറിലൊക്കെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊക്കെ പേടി മാറിയിരിക്കണം. കാരണം എന്താ വെച്ചാൽ ജനങ്ങൾ നമ്മൾ പറയുന്നതിനെ കളക്റ്റീവ്ലി അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു മാറ്റം, നല്ലൊരു മാറ്റം തീർച്ചയായിട്ടും. സോ വി ഷുഡ് അപ്രിഷിയേറ്റ് ആൻഡ് വി ഷുഡ് ബി താങ്ക്ഫുൾ ടു ഗോഡ്. നമ്മളെന്താണോ മനസ്സിൽ കണ്ടത് ആ കാര്യത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാർ തയ്യാറായിട്ടില്ലേ? അതെ, ഒരു ഭാഗ്യമില്ലേ? അതെ. നമ്മൾ കുറേ കോൺട്രവേഴ്സ്യൽ സംഭവങ്ങളാണ് ഇന്നത്തെ പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ്സിൽ ഓപ്പണായിട്ട് പറയാം. നമുക്ക് അതിനെക്കുറിച്ചൊരു പോഡ്കാസ്റ്റ് തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും എല്ലാവരും അഭിപ്രായങ്ങൾ വാല്യൂ ചെയ്യും. അതെ, നമുക്ക് ഈഗോ ഇല്ല. അതെ, നമ്മുടെ തെറ്റ് നമ്മൾ പറയുന്ന തെറ്റാണെങ്കിൽ അത് ഓപ്പണായിട്ട് അവർ പറയട്ടെ. കാരണം നമ്മൾ അത് പറയണം. കാരണം നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. കാരണം അവരെ ലേണിങ്സും നമുക്ക് കിട്ടണ്ടേ? അതെ, നമ്മൾ അവരിൽ നിന്നും പഠിക്കണ്ടേ? അതെ. നമ്മളിവിടെ ഡോഗ് ഫൈറ്റിന് വന്നതല്ല. നമ്മളിവിടെ എന്താ വെച്ചാൽ നമ്മൾ കാര്യങ്ങൾ പറയുന്നതൊക്കെയാണ് അവസ്ഥ. നമ്മുടെ ലക്ഷ്യം ഈ എക്കോസിസ്റ്റത്തിന് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ. ഇമ്പ്രൂവ് ചെയ്താൽ നമുക്കും പൈസ കിട്ടുള്ളൂ. അതെ, എല്ലാവരും ഉദ്ദേശം കാശ് ഉണ്ടാക്കാനാണ്. പക്ഷെ അത് വേണമെങ്കിൽ എക്കോസിസ്റ്റം നന്നാവട്ടെ. ഒറ്റ ലക്ഷ്യമുള്ളൂ. ഗൂഗിളിനും ഫേസ്ബുക്കിനും പൈസ ഉണ്ടാക്കാനല്ല, നമുക്ക് നമ്മുടെ ബിസിനസ്സിനും കാശ് കൊടുക്കുമ്പോൾ അതിന്റെ ഓൺട്രപ്രണർക്ക് യൂസ് ആവുമ്പോൾ നമുക്കും കാശ് കിട്ടില്ല. അതെ, അതാ ഉദ്ദേശം. അതെ, കച്ചവടം ഉറപ്പായിട്ടും നമ്മൾ രക്ഷപ്പെടും. അതിനെ ഒന്ന് സഹായിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. എനിക്ക് ഉറപ്പുണ്ട്.
as you said very well, that if you have any objections അതെ or any discontent with our content, definitely you should write as a comment. അത് വന്നു എന്തെങ്കിലും കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റും, നമുക്കത് ഇവർക്ക് ഒന്നുകിൽ ക്ലാരിറ്റി കൊടുക്കാം, അതെ അതല്ലെങ്കിൽ നമ്മളടുത്ത് തെറ്റ് പറ്റിയിട്ട് നമുക്ക് റെക്ടിഫൈ ചെയ്യും. അതെ ഉറപ്പായിട്ടും ചെയ്യാം. നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റ് പുതിയ ചെയ്യാം. പുതിയ ടോപ്പിക്കുകൾ, അതെ ഉദാഹരണം പറഞ്ഞാൽ ഇതിനെ കുറിച്ച് തന്നെ നമ്മൾ വളരെ വാസ്റ്റ് ആയിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. MMO മോഡലിനെ അതെ, കുറിച്ച്, MTA MTA ഉണ്ട്. കുറിച്ച്, ഡേറ്റ അട്രിബ്യൂഷൻസിനെ കുറിച്ച്, ഡേറ്റ ഡ്രിവണിനെ കുറിച്ച്. കാരണം ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം ഹസൻ, ഇന്ന് നമ്മളെ ക്ലാസ്സിൽ വന്ന ഒരാളെ എടുത്ത് പറഞ്ഞു, സാറ് നിങ്ങൾ 11 മണിക്കൂറത്തെ കണ്ടന്റ് കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. യെസ് I have seen your 11 hours content Content. deliberately. അതെ Okay. ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം പറഞ്ഞത്, രാത്രി 2 മണിക്ക് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് പുസ്തകം എടുത്തിട്ട് ഞാൻ ഉറപ്പുളച്ചിട്ട് നിങ്ങളെ പോഡ്കാസ്റ്റ് കണ്ടിട്ട് ഓരോ പോയിന്റ് ഞാൻ എഴുതിയെടുത്തിട്ട് നിങ്ങളെ കണ്ടാൽ ചോദിക്കണം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ദാറ്റ്സ് എ ബ്ലെസ്സിങ് ആണ് ശരിക്കും അതാണ്. സോ താങ്ക് യു വ്യൂവേഴ്സ് ആൻഡ് താങ്ക് യു ഹസൻ ഫോർ ദ ഓപ്പർച്യൂണിറ്റി. ഓക്കെ താങ്ക് യു.